പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനിയൻ ടി അവറുകളാണ്. പ്രിയ ദേവദാസൻ തൻ്റെ ജീവിതാനുഭവം പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കുവാൻ നമുക്ക് ഏവർക്കിടയായി തീരുമാനമാകട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനിയൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ദൈവദാസനെ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അനിയൻ ടി. എനിക്ക് വൈഫ് സോഫിയുണ്ട്. എനിക്ക് 3 പെൺമക്കളാണ്. മൂത്ത മകൾ വിവാഹിതയാണ്. അവർ കൊട്ടാരക്കര താമസിക്കുന്നു. രണ്ടാമത്തെ മകൾ ജോലി ചെയ്യുന്നു, അടൂർ ഒരു കോളേജിൽ ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ മകൾ ചങ്ങനാശ്ശേരിയിൽ പഠിക്കുന്നു. ഇപ്പോൾ ഞാൻ മസ്കറ്റിലാണ് വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്. കർത്താവിനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം നടത്തിയ നാൾ വഴികളിലേക്കും തിരിഞ്ഞു നോക്കുന്നുള്ള അവസരമാകുന്നു. മുന്നോട്ട് പോകുമ്പോൾ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബാല്യകാലം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് പാസ്റ്റർക്ക് സംസാരിച്ചു തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. അരോമ ടിവിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജോൺ പാസ്റ്റർക്കും കുടുംബത്തിനായിട്ടും ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ ദൈവദാസൻ ചെയ്യുന്ന ഈ വലിയ സേവനം ദൈവത്തിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് കാരണമായി തീരട്ടെ. അതുപോലെ വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ അനുഭവം പങ്കുവെക്കാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അനുഭവം പറയുവാൻ തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. പത്തനംതിട്ട ജില്ലയിൽ വെട്ടിപ്പുറം എന്നൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. സാധാരണ ഒരു കുടുംബത്തിൽ, അതായത് ഒരു പ്രത്യേകതയുമില്ലാത്ത സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു. ബാല്യകാല വിദ്യാഭ്യാസം 4ാം ക്ലാസ് വരെ വെട്ടിപ്പുറത്ത് തന്നെ LP സ്കൂളിൽ നടന്നു. അതിനുശേഷം പത്തനംതിട്ട ടൗണിലുള്ള ബോയ്സ് സ്കൂളിൽ എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. അതിനുശേഷം പ്രീ ഡിഗ്രിയാണ്. ഇന്നത്തെ പോലെ +2 +1 അല്ല. പ്രീ ഡിഗ്രി പത്തനംതിട്ട കാതോലിക് കോളേജിൽ ജോയിൻ ചെയ്തു. പിന്നെ അതിനുശേഷം അതേ കോളേജിൽ തന്നെ എന്റെ ഗ്രാജുവേഷൻ പൂർത്തീകരിച്ചു. അതിനുശേഷം പത്തനംതിട്ട തന്നെ ഒരു പ്രൈവറ്റ് കോളേജിൽ എന്റെ PG പഠനം പൂർത്തീകരിച്ചു. അങ്ങനെ 1994 എന്റെ വിവാഹം നടന്നു. അതിനുശേഷം ഞാൻ മസ്കറ്റിൽ വന്നു. മസ്കറ്റിൽ ഇപ്പോൾ 29 വർഷമായി. ഒരു ജോലിയോടുകൂടിയാണ് ഞാൻ മസ്കറ്റിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1999 ഇവിടെ ഒരു ചർച്ച തുടങ്ങുവാൻ ദൈവം കരുണ ചെയ്തു. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. 2020 എന്റെ ജോലി നഷ്ടമായി. പിന്നെ ഈ 4-5 വർഷമായിട്ട് കർത്തൃവേല മാത്രമായിട്ട് ഞാൻ ഒതുങ്ങി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ 1963 എന്റെ ജനനം. എനിക്കിപ്പോൾ 61 വയസ്സായി. ഞാൻ ചെറിയ പ്രായം മുതൽ ഒരു വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. വെച്ചാൽ എന്റെ വീട്ടിൽ, കാരണം അധികം വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത മാതാപിതാക്കളാണ്. അവർ തീരെ കുറച്ച് പഠിത്തമുള്ള കാര്യങ്ങളൊക്കെ, എങ്കിലും വളരെ നല്ല നിലയിൽ ഞങ്ങളെ വളർത്തുവാൻ അവർ ഉത്സാഹിച്ചു. അവർക്കറിയാവുന്ന ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരികയും, ഞാൻ ഒരു ഹിന്ദു ചുറ്റുപാട് ജനിച്ചു വളർന്ന വ്യക്തി ആയതുകൊണ്ട് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ പോവുകയൊക്കെ പതിവായിരുന്നു. അങ്ങനെ ഞാനൊരു ഭക്തനായി ജനിച്ചു. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ ഈ മാർക്കണ്ഡ പുരാണം എന്നൊരു പുരാണം പറഞ്ഞ് പാപം ചെയ്യുന്നവരെ നരകത്തിൽ ദൈവം വിടും, അതുകൊണ്ട് വലിയ ശിക്ഷയായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊച്ചുനാളിലാണ്. അപ്പൊ എന്റെ മനസ്സിൽ അതങ്ങ് കയറി. എന്നിട്ട് അന്ന് തൊട്ട് ഞാൻ എന്റെ പ്രാർത്ഥനകളിൽ സ്ഥിരമായി പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ നരകത്തിൽ പോകാതിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ചു നാൾ അങ്ങനെ പോയി. ഒത്തിരി ദൈവങ്ങളുള്ള ഒരു മതത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. 33 കോടി ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിൽ എനിക്കറിയാവുന്ന ചില ദൈവങ്ങളെയൊക്കെ ഞാൻ വിളിച്ച് വളരെ സിൻസിയറായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പോയി. പിന്നെയും ഒറ്റയ്ക്ക് എന്നുവെച്ചാൽ വീട്ടിൽ അടുത്തുള്ള വീടുകളിൽ കളിക്കാനൊന്നും വിടാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് കൂട്ടുകാരൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഏറിയ സമയം തന്നെ ഇരുന്ന് ചിന്തകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതലും ദൈവകാര്യം ഒക്കെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ
എന്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മരണശേഷം എന്റെ ആത്മാവ് ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നത് എങ്ങനെയാണ്? ഞാൻ സേവിക്കുന്ന ഏതു ദൈവത്തെ സേവിച്ചാൽ എനിക്ക് മോക്ഷം കിട്ടും? ഇതായിരുന്നു എന്റെ ഹൃദയത്തിലെ ചിന്ത. അപ്പൊ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് മരണശേഷം മോക്ഷം കിട്ടുകയാണ്. അപ്പൊ മോക്ഷം കിട്ടുന്നത് എങ്ങനെയാണ്? ഏതു ദൈവത്തെ വിളിക്കണം? ഞാൻ ഏറ്റവും പ്രധാനമായിട്ടും അയ്യപ്പൻ എന്നൊരു ദൈവത്തെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാന് ഒരു ചെറിയ പ്രായമായപ്പോൾ ഒരു പ്രാവശ്യം ശബരിമല പോകാൻ ഒരു അവസരം തന്നു. ഞാനും അച്ഛനും എന്റെ ജ്യേഷ്ഠനും കൂടെ 41 ദിവസം നോമ്പെടുത്ത് മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ ചെരുപ്പ് പോലും ഇടാതെയാണ് ശബരിമല പോകുന്നത്. അങ്ങനെ ശബരിമല പോയി ഒരു വശം, അതിനുശേഷം ഒരു 9 പ്രാവശ്യം അടുപ്പിച്ച് പോകുവാൻ എനിക്ക് അവസരമുണ്ടായി. അതോടുകൂടി പളനി എന്നൊരു സ്ഥലത്ത് മുരുകനെ സേവിക്കാൻ പോകുമായിരുന്നു. അതുപോലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഒരു 5 പ്രാവശ്യം പോയിട്ടുണ്ട്. ഗുരുവായൂർ ഒരു 3 പ്രാവശ്യം പോയി. പിന്നെ ലോക്കൽ ചർച്ച് അമ്പലങ്ങളിൽ ധാരാളമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴെല്ലാം എൻ്റെ ഉള്ളിലെ ഒരു ചിന്തയും പ്രാർത്ഥനയും, എന്റെ മരണശേഷം എനിക്ക് മോക്ഷം പ്രാപിക്കാൻ ദൈവം കൃപ ചെയ്യണം. അതെങ്ങനെയാണ്? ഞാൻ ഏതു ദൈവത്തെ സേവിച്ചാൽ എനിക്ക് മോക്ഷം കിട്ടും? ഇത് എന്റെ മനസ്സിൽ വലിയ ചിന്തയായി. അങ്ങനെ കുറെ കാലങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ കോളേജിൽ പഠനം ആരംഭിച്ചപ്പോൾ എന്റെ ചിന്താഗതികൾക്കൊക്കെ കുറേശ്ശെ മാറ്റം വന്നു. എന്റെ ചിന്ത, കാരണം ദൈവം എന്നൊരാൾ ഉണ്ടെങ്കിൽ ദൈവം ആത്മാവാണെന്ന് പല മതങ്ങളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടില്ല ഇന്ന് വരെ. ഈവൻ ദൈവത്തെ സേവിക്കുന്ന ഞാനും ഇന്ന് വരെയും ദൈവത്തെ കണ്ടിട്ടില്ല. ആരും ദൈവത്തെ കണ്ടതായിട്ട് പറഞ്ഞും ഞാൻ കേട്ടിട്ടില്ല, മനുഷ്യരാരും. അപ്പൊ അതുകൊണ്ട് ഈ ആത്മാവാണ് ദൈവമെങ്കിൽ എങ്ങനെ ദൈവത്തെ കാണാൻ പറ്റും? ദൈവത്തെ എങ്ങനെ അറിയാൻ പറ്റും? പിന്നെ ഞാൻ സേവിച്ച ദൈവങ്ങളും പഠിച്ച് അറിഞ്ഞിട്ടുള്ള ദൈവങ്ങളും ഒക്കെ ദൈവത്തിന്റെ ബേസിക് ക്വാളിറ്റീസ് ഇല്ലാത്തതാണെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. കാരണം ദൈവം എന്ന് പറയുമ്പോൾ സർവശക്തനായ ഒരു ദൈവം, സർവജ്ഞാനിയായ ഒരു ദൈവം, സർവവ്യാപിയായ ഒരു ദൈവം, ആത്മസ്വരൂപനായ ദൈവം, സ്നേഹസ്വരൂപനായ ദൈവം, അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഞാൻ സേവിച്ച ദൈവങ്ങളിൽ കാണാൻ കഴിയാഞ്ഞത് കൊണ്ടും ഇവർ പലപ്പോഴും അവരുടെ അധികാരം നടത്താൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്നതായിട്ടും മനുഷ്യരെ പോലെ ലൗകിക കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ടും ഒക്കെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വലിയ കൺഫ്യൂഷനായി. അങ്ങനെ എന്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഒരു പക്ഷേ ദൈവമില്ലായിരിക്കും, ഇത് മനുഷ്യൻ ചിലരെ ചൂഷണം ചെയ്ത് ജീവിക്കാനുള്ള ചില മാർഗങ്ങൾ മാത്രമായിരിക്കും. കാരണം ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചിന്തകൾ ഇങ്ങനെ മനസ്സിലായി. അങ്ങനെ ക്രമേണയായിട്ട് ദൈവമില്ല എന്നൊരു ചിന്തയിലേക്ക് വന്നു. പക്ഷെ ദൈവങ്ങളെ ഭയമാണ്, കാരണം ദൈവം കോപിച്ചാൽ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്ന് ഓർത്തിട്ട് ഈ ചിന്ത മനസ്സിലുള്ളപ്പോഴും ദൈവങ്ങളെ വിളിക്കും. അങ്ങനെ കുറെ കാലം പോയി. കോളേജിൽ ഗ്രാജുവേഷൻ ആയപ്പോൾ തൊട്ട് ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ കൂടെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരും ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ശരി എന്ന് ധരിച്ചിട്ട് ക്രമേണ നിരീശ്വരവാദികൾ എഴുതിയ പുസ്തകങ്ങളൊക്കെ കുറച്ച് വായിച്ച് ഞാൻ ദൈവമില്ല എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇക്കണോമിക്സ് മെയിൻ, അതായത് സാമ്പത്തിക ശാസ്ത്രം മെയിൻ എടുത്താണ് BA ക്ക് MA ക്ക് എല്ലാം പഠിച്ചത്. അതിനകത്തെ ഒരു സിദ്ധാന്തമാണ് വാസ്തവത്തിൽ ദൈവമുണ്ട് എന്നറിയാൻ കാരണമായത്. ഈ നാട്ടിൽ മലയാളത്തിൽ ചൊല്ലുണ്ട്, വല്ലഭന് പുല്ലും ആയുധമാണ്. എന്ന് വെച്ചാൽ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പുല്ല് വേണമെങ്കിലും ആയുധമാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ദൈവത്തിന് തന്നെ വെളിപ്പെടുത്തുവാൻ ഒരു ചെറിയ ഇൻസിഡന്റ് മാത്രം മതി. അപ്പോ ഞാൻ ഇക്കണോമിക്സ് പഠിച്ച കൂട്ടത്തിൽ യൂട്ടിലിറ്റി എന്നൊരു തിയറി പഠിച്ചു. അതായത് വസ്തുക്കളുടെ ഉപയുക്തത അല്ലെ ഉപയോഗം. ആ തിയറി അനുസരിച്ച് ദൈവത്തെ അറിയാൻ എന്നെ സഹായിച്ച തിയറി ആയതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പറയുന്നത്. ആ തിയറി അനുസരിച്ച് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല, ഉള്ള വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് തിയറി പറയുന്നത്. അതെന്റെ മനസ്സിൽ വലിയൊരു ചലഞ്ചായി. ഒരു വസ്തുവും മനുഷ്യൻ ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ട് ചായയൊക്കെ കുടിക്കും. അപ്പൊ ചായ തൊട്ട് ഞാൻ മേൽപോട്ട് അന്വേഷിക്കാൻ തുടങ്ങി. ചായ ഉണ്ടാക്കാൻ പാല് വേണം, പഞ്ചസാര വേണം, തേയില വേണം, വെള്ളം വേണം, തിളപ്പിക്കാൻ ഒരു പാത്രം വേണം, അത് തിളപ്പിക്കാൻ എനർജി വേണം. അത് വിറകാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും വേണം. ഇതിൽ ഏത് പദാർത്ഥങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കി എന്നൊരു ചിന്ത. തേയില സസ്യത്തിൽ നിന്നാണ്, പാല് പശുവിൽ നിന്നാണ്, അത് വെള്ളവും സസ്യവും കഴിച്ചാണ് വളരുന്നത്. പിന്നെ പഞ്ചസാര കരിമ്പിൽ നിന്നാണ്,
അല്ലേ? അത് ഉണ്ടാക്കാനുള്ള പാത്രം പ്രകൃതിയിൽ നിന്നാണ്, അത് തിളപ്പിക്കാനുള്ള എനർജി പ്രപഞ്ചത്തിൽ നിന്നാണ്. അപ്പൊ വാസ്തവത്തിൽ മനുഷ്യൻ ആ ചെറിയ സാധനത്തിൽ എന്തുണ്ടാക്കി? തേയില ഉണ്ടാക്കിയില്ല, പഞ്ചസാര ഉണ്ടാക്കിയില്ല, പാലുണ്ടാക്കില്ല, വെള്ളം ഉണ്ടാക്കില്ല, പാത്രം ഉണ്ടാക്കിയില്ല, ആ പിന്നെ എനർജി ഉണ്ടാക്കില്ല. ഇതെല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് മനുഷ്യൻ ഉപയോഗിച്ചു. ആകെ ചെയ്തത് ഇത് മിക്സ് ചെയ്തു എന്ന് മാത്രമാണ്. അപ്പോൾ ചായ കഴിഞ്ഞ് കഴിക്കുന്ന വസ്തുക്കളും ധരിക്കുന്ന വസ്ത്രവും കണ്ണിൽ കാണുന്ന സകലവും നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. മനുഷ്യനെ കൊണ്ട് ശൂന്യതയിൽ നിന്ന് യാതൊരു വസ്തു ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അസംസ്കൃത പദാർത്ഥങ്ങൾ കൊണ്ട് പദാർത്ഥങ്ങളെ ഉണ്ടാക്കാൻ മാത്രമേ മനുഷ്യന് കഴിയത്തുള്ളൂ. ശൂന്യതയിൽ നിന്ന് യാതൊരു വസ്തു ഉണ്ടാക്കാൻ കഴിയത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പ്രപഞ്ചത്തിലേക്ക്, അതായത് മുകളിലേക്ക് തല ഉയർത്തി നോക്കി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അനേക ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഗാലക്സി ഒക്കെ നോക്കിയപ്പോൾ, അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ, യാതൊരു വസ്തുവും മനുഷ്യന് സ്വതവേ ഉണ്ടാക്കാൻ കഴിയത്തില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലും ഒരു സൃഷ്ടാവില്ലേ എന്നൊരു ചിന്ത. ഞാനപ്പോൾ നിരീശ്വരവാദിയാണ്, ദൈവമില്ലെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആളാണ്. ജോസഫ് ഇടമറുക എന്ന ഒരു മനുഷ്യന്റെ മകൻ സനൽ ഇടമറുക, ഇവരൊക്കെ എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ദൈവമില്ല എന്ന് സമർത്ഥിക്കുന്ന സമയത്താണ് ഈ തിയറി പഠിച്ചപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നൊരു ചിന്ത വന്നു. അത് മാത്രമല്ല, ഞാൻ പ്രപഞ്ചത്തിലെ ഒത്തിരി കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിച്ചു നോക്കിയപ്പോൾ മനുഷ്യർക്ക് ജരാനരകൾ ഉണ്ടാകുന്ന മരണം ഉണ്ടാകും. ഇതിനെ തടയാൻ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യക്കും ഇന്നയോളം കഴിഞ്ഞിട്ടില്ല. പിന്നെ രാത്രിയും പകലും ഉണ്ടാവുന്നു. ഞാൻ മസ്കറ്റിലാണ് ജോലി ചെയ്തത്, അതുകൊണ്ട് ചൂട് സീസൺ വെച്ചാൽ അസഹനീയമായി ചൂടുള്ള സമയമാണ്. അപ്പോൾ ചൂടുള്ള സമയത്ത് ചൂട് കുറച്ചു കിട്ടണമേ, അതുകൊണ്ട് കാലാവസ്ഥ വരുമ്പോൾ, ഋതുഭേദങ്ങൾ വരുമ്പോൾ തണുപ്പുള്ള കാലം കൂടുതൽ നിൽക്കണം, ചൂടുള്ള കാലം കുറച്ചായിരിക്കണമേ, ഇത് ആഗ്രഹിക്കുകയാണ്. അതിന് മാറ്റം വരുത്താൻ മനുഷ്യന് കഴിയത്തില്ല. രാത്രിയും പകലും ഉറങ്ങാൻ ഏറെ സമയം കിട്ടേണ്ടതിന് ഒരു 18 മണിക്കൂർ രാത്രിയും അതിന്റെ ശേഷമുള്ളത് പകലുമായാൽ മതിയെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. എന്റെ മരണം നാളെ സംഭവിക്കുമെങ്കിൽ 10 വർഷം കൂടെ കഴിഞ്ഞ് ഞാൻ മരിക്കുന്നുള്ളത് തീരുമാനിച്ചാൽ ഒരു ദിവസം മുന്നോട്ട് നീക്കാൻ എനിക്ക് കഴിയത്തില്ല. അതുപോലെ പ്രപഞ്ചത്തിലുണ്ടാകുന്ന കലാമിറ്റികൾ, അതായത് ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ അതുപോലുള്ള പ്രതിഭാസങ്ങൾ വരുമ്പോൾ മനുഷ്യനും അവന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയും വായും പൊളിച്ച് നിൽക്കുകയല്ലാതെ അതിനെ തടയുവാൻ കഴിയത്തില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അതിന്റെ കൂടെ ഞാൻ പഠിച്ച കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറയാണ്. നമ്മൾ ശ്വസിക്കുന്ന വാതകത്തിനകത്ത് ഓക്സിജൻ 21% ആണ്, അതായത് 20.88 സംതിങ് ആണ്. അപ്പൊ 21% ഓക്സിജനും 78% നൈട്രജനുമാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 99%. ബാക്കി വരുന്ന 1% ഹൈഡ്രജനും ഹീലിയം, ക്രിപ്റ്റോൺ, നിയോൺ, അങ്ങനെ പറഞ്ഞ ഒത്തിരി വാതകങ്ങൾ. ഇതെല്ലാം കൂടെ ഒറ്റ %. അപ്പോൾ ഞാൻ മനസ്സിൽ പഠിച്ച സമയത്ത് ചിന്തിക്കുകയാണ്, ഈ ഓക്സിജൻ കുറച്ച് കൂടുതൽ ഉണ്ടായിട്ട് നൈട്രജൻ കുറച്ചായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ശ്വസിക്കാമായിരുന്നല്ലോ എന്ന്. പക്ഷെ പിന്നെ അതിന്റെ ശാസ്ത്രീയ വശം പഠിച്ചപ്പോൾ മനസ്സിലായി, ഒന്നാമത്തെ മനുഷ്യൻ ഉണ്ടായപ്പോൾ ഈ അനുപാതം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ 700 കോടിയിലധികം ജനങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ ജീവിക്കുന്നു. എത്രയോ കോടി മനുഷ്യൻ ജനിച്ച്, ജീവിച്ച്, മരിച്ച്, ശ്വസിച്ച് തീർന്നു. പക്ഷെ ഓക്സിജന്റെ അനുപാതം അന്നും ഇന്നും ഒരുപോലെയാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, സംബഡി ഈസ് മെയിൻറ്റെയിനിങ്. ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഈ അനുപാതം എന്തുകൊണ്ട് നിൽക്കുന്നു? ആരോ ഇതിനെ നിയന്ത്രിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാത്തിനും സൃഷ്ടിച്ച സകലത്തിനെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് ബോധ്യമായി. എന്നുവെച്ചാൽ കാര്യകാരണ സഹിതം ഇതിന് പിന്നിൽ സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ അതിനെക്കാട്ടിൽ പിന്നുള്ള കൺഫ്യൂഷൻ, സത്യദൈവം ആരാണ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരൻ ആരാണ്, അതറിയണം. അതാണ് എൻ്റെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം. അപ്പോൾ ഞാൻ ഒത്തിരി ദൈവങ്ങളെ സേവിച്ചു. അവർ ദൈവമല്ല എന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായി. പക്ഷെ ദൈവത്തിനുണ്ടായിരുന്ന ബേസിക് യോഗ്യതകൾ അവരിലാരും ഞാൻ കാണാത്തത് കൊണ്ട് അങ്ങനെ നിരീശ്വരവാദിയായി. പക്ഷെ ദൈവം എന്നെ സഹായിച്ചിട്ട് ദൈവമുണ്ടെന്നുള്ളൊരു ഉറപ്പ് എന്റെ ഹൃദയത്തിൽ വന്നു. ഇനിയുമാണ് പ്രധാന കൺഫ്യൂഷൻ, ആരാണ് യഥാർത്ഥ ദൈവം? ആത്മാവാകുന്ന ദൈവം, സൃഷ്ടാവായ ദൈവം ആരാണെന്ന് അറിയണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹിന്ദുവായി ജനിച്ചതുകൊണ്ട് ഞാൻ ഹിന്ദു പുരാണങ്ങളുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പഠിച്ചു.
പ്രത്യേകിച്ചും ഹിന്ദുക്കളുടെ വേദങ്ങൾ 4 വേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പിന്നെ ഒത്തിരി പുരാണങ്ങൾ, മഹാഭാരതവും രാമായണം, അങ്ങനെ മറ്റു പലതുണ്ട്. മുഴുവൻ കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടില്ല. അതങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എല്ലാം പഠിച്ചു തീർക്കാൻ പറ്റാത്ത വിധം വലിയ കടല് പോലെ കിടക്കുന്നതാണ് ഹിന്ദുമത ഗ്രന്ഥങ്ങളൊക്കെ. പക്ഷെ അതിൽ അത്യാവശ്യം ദൈവത്തെ അന്വേഷിച്ചു പോയപ്പോൾ ചില കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഋഗ്വേദത്തിൽ 164 അധ്യായത്തിൽ 46 ഒരു ശ്ലോകം ഞാൻ കണ്ടു. അവിടെ പറയാണ്, ഏകം സത് വിപ്ര ബഹുദ വദന്തി. ദൈവം ഏകനാണ്, ദൈവം ഏകനാണ്. ഇതെനിക്കൊരു വലിയ ആശ്വാസമായി. പണ്ട് തൊട്ട് ഞാൻ അന്വേഷിക്കുന്നത് ഏകനായ സൃഷ്ടാവായ പരിശുദ്ധനായ ദൈവം ആരാണെന്നറിയാൻ. അപ്പൊ ഇവിടെ പറയുന്നു ദൈവം ഏകനാണ്. അപ്പോൾ ഈ ഏകനായ ദൈവത്തെ അറിയണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഒരു 6-7 മതങ്ങളെ കുറിച്ച് അത്യാവശ്യ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഞാൻ ഇക്കണോമിക്സ് ആണ്. ഞാൻ ഇതിനു ശേഷം പഠനം കഴിഞ്ഞിട്ട് 86 എന്റെ PG കഴിഞ്ഞു. അതിനുശേഷം ഒരു തൊഴിൽ വേണം. അപ്പോൾ ടെക്നിക്കലായിട്ട് ഒന്നും പഠിക്കാഞ്ഞതുകൊണ്ട് എളുപ്പം ജോലി കിട്ടാൻ സാധ്യത പാരൽ കോളേജിൽ അധ്യാപകനായിട്ട് കയറുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ 1986 ഒരു പാരൽ കോളേജിൽ അധ്യാപകനായിട്ട് കയറി. അതായത് പത്തനംതിട്ടയിൽ കോന്നി എന്നൊരു സ്ഥലമുണ്ട്, അതിനടുത്ത് ചിറ്റൂർ ജംഗ്ഷൻ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ശ്രീ മഹേശ്വര എന്നൊരു കോളേജുണ്ട്. അവിടെയാണ് ആദ്യമായിട്ട്, ഒരു ചെറിയ കോളേജാണ്, പക്ഷെങ്കിൽ വളരെ നല്ല നിലയിൽ നടത്തുന്ന ഒരു സ്ഥാപനം. അവിടെയാണ് എന്നെ പരിചയപ്പെടുത്തിയ സുമാ ഫിലിപ്പ്, ഇതിനകത്ത് സാക്ഷ്യം പറഞ്ഞ കുഞ്ഞാണ്, എന്നെ പരിചയപ്പെട്ടതും അത് എനിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയും വെച്ചു. എന്റെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് അതെല്ലാം കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഇക്കണോമിക്സ് ആണ് പഠിപ്പിക്കുന്നതെങ്കിലും എന്നോട് പറഞ്ഞ ഹിസ്റ്ററിയും കൂടെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു, ടീച്ചേഴ്സ് കുറവായതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മതങ്ങളെ കുറിച്ച് പഠിപ്പിക്കേണ്ടതുണ്ട്. ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, ജൈനമതം, ബുദ്ധമതം, സൊറാസ്ട്രിയൻ മതം, അത് പേർഷ്യൻ മതമാണ്, അതോടൊപ്പം യഹൂദ മതം. ഈ മതങ്ങളെല്ലാം പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ ഈ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പഠിച്ചതിന്റെ കൂടെ എനിക്ക് അറിയാൻ വേണ്ടി കുറച്ചും കൂടി ആഴമായി ഈ കാര്യങ്ങൾ പഠിച്ചു. ഈ 6 മതങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് 2 മതങ്ങളിൽ ഒരു പ്രത്യേകത കണ്ടെത്താൻ കഴിഞ്ഞു. ആ 2 മതങ്ങളിൽ പറയുന്നു ഒരു രക്ഷകൻ മനുഷ്യനെ രക്ഷിക്കാൻ വരും. ഒന്ന്, ഹിന്ദു മതത്തിൽ പറയുന്നുണ്ട് ഒരു രക്ഷകൻ വരും എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ബൃഹദാരണ്യക ഉപനിഷത്ത്, അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വരും. അതായത് അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമം അമൃതം ഗമയ. എന്നുവെച്ചാൽ അസത്തയിൽ നിന്ന് സത്തയിലേക്ക്, എന്നുവെച്ചാൽ അൺറിയലായതിൽ നിന്നും റിയലായതിലേക്ക്, അസത്യത്തിന് സത്യത്തിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് അമൃതിയിലേക്ക്, മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ നടക്കാമെന്നല്ല പറഞ്ഞത്, ഞങ്ങളെ നടത്തണം. അപ്പൊ നടത്താൻ ഒരു രക്ഷകൻ വരും എന്ന് അവർ പ്രതീക്ഷിച്ചു. അതുപോലെ യഹൂദന്മാരുടെ മതം, ഹീബ്രു മതം പഠിച്ചപ്പോൾ അവർ ഒരു മശിഹയെ പ്രതീക്ഷിക്കും, രക്ഷകൻ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അപ്പൊ എന്റെ ഉള്ളിലെ ചിന്ത, ഈ രക്ഷകൻ ആരാണ്? അങ്ങനെ 1986 മുതൽ നിരന്തരം ദൈവത്തോട് ഞാൻ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു. ഈ 5-6 മതങ്ങളെ കുറിച്ച് അത്യാവശ്യം പഠിച്ചു. എന്നിട്ട് ഞാൻ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഏത് മതക്കാരോട് ചോദിച്ചാലും ഞങ്ങളുടെ മതമാണ് ശരി, ഞങ്ങൾ സേവിക്കുന്ന ദൈവമാണ് ശരിയെന്ന് അവർ പറയും. അത് അവരുടെ വിശ്വാസമാണ്, നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല. അവർ ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ച് അവർ അതിനെ ഫോളോ ചെയ്യാം. അതുകൊണ്ട് അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെങ്കിൽ എനിക്ക് മനുഷ്യൻ തരുന്ന ഒരു മറുപടി കൊണ്ട് തൃപ്തനാവാൻ തയ്യാറല്ല. കാരണം സർവശക്തനായ ദൈവത്തെ ആരും കാണാത്തത് കൊണ്ട് ആരും പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് നിരന്തരമായി ഒരു പ്രാർത്ഥന മാത്രം, എന്റെ ഭൗതിക കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ദൈവമേ, സത്യ ദൈവത്തെ അറിയാൻ എന്നെ സഹായിക്കണം. എന്റെ മരണശേഷം എനിക്ക് മോക്ഷം തരുവാൻ കഴിയുന്ന ദൈവത്തെ എനിക്ക് അറിയാൻ കഴിയണം. അതുകൊണ്ട് ദൈവം എനിക്കൊരു സ്വപ്നം കാണിച്ചു തരണം, അല്ലെങ്കിൽ ഒരു ദർശനം കാണിച്ചു തരണം. അങ്ങനെ ദൈവം എനിക്ക് കൺഫേം ചെയ്താൽ ഞാൻ ആ മതം അല്ലെ ആ മാർഗം സ്വീകരിച്ചു കൊള്ളാം എന്ന് ഹൃദയത്തിൽ തീരുമാനം. അപ്പൊ 84 മുതൽ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ എന്നാണ് ദൈവം ഇതിനൊരു സ്വപ്നം കാണിച്ചതും അല്ലെങ്കിൽ ഒരു ദർശനം കാണിച്ചതും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് കിട്ടിയിട്ടേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അങ്ങനെ 4 വർഷം നിരന്തരം പോയി. ഒരു ദിവസം രാവിലെ സമയം ഒരു 9 മണിയോട് അടുത്തു. ഞാൻ വെള്ളം കോരി കിണറ്റിന്റെ കരയിൽ വെച്ചിട്ട്
ആ കിണറ്റിൻ കരയിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഈശ്വര സത്യമറിയാനെ സഹായിക്കണമേ. എന്നുവെച്ചാൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ 4 വർഷം കഴിഞ്ഞൊരു ദിവസം രാവിലെ കിണറ്റിന്റെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ദൈവം എന്നോട് സംസാരിക്കാണ്. നീ അന്വേഷിക്കുന്ന രക്ഷയുടെ മാർഗം യേശുവാണ്. ഇതേ വാക്ക് ഞാൻ അങ്ങനെ തന്നെ കേൾക്കുകയാണ്. നീ അന്വേഷിക്കുന്ന രക്ഷയുടെ മാർഗം യേശുവാണ്. അപ്പോ എന്തുകൊണ്ടാണ് യേശു ദൈവമാണെന്ന് എന്നോട് പറയാതെ രക്ഷയുടെ മാർഗമാണ് യേശു എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഇതെന്റെ മനസ്സിൽ ചിന്ത. കാരണം ഞാൻ ബൃഹദാരണ്യ ഉപദേശത്തിലെ ആ കാര്യം വെച്ച് ഇങ്ങനെ ചിന്തിക്കാണ്. സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും നിത്യജീവനിലേക്കും നടത്താൻ വരുന്ന ഒരു രക്ഷകൻ ഇത് അന്വേഷിച്ചത് കൊണ്ട് അതിന്റെ മറുപടിയായിട്ടാണ് ദൈവം എന്നോട് പറഞ്ഞത്, നീ അന്വേഷിക്കുന്ന രക്ഷയുടെ മാർഗം യേശുവാണ് എന്ന്. എന്നാൽ ഇത് അംഗീകരിക്കാൻ എനിക്ക് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഈ 4 വർഷം നിലയിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഈ മതങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് മറ്റൊരു മതസ്ഥാപകരിലും കാണാത്തൊരു പ്രത്യേകത യേശു ക്രിസ്തു കണ്ടു. എന്നുവെച്ചാൽ എന്താണോ ഉപദേശിച്ചത് അങ്ങനെ പ്രവൃത്തിയിൽ കാണിച്ച ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു. ഞാനന്ന് വിശ്വാസിയൊന്നുമല്ല, പക്ഷെ അത് പഠിച്ചു മനസ്സിലാക്കി. പക്ഷെ ഈ ബൃഹദാരണ്യ ഉപനിഷത്തിലെ ശ്ലോകം പഠിച്ചപ്പോൾ ഇത് ആരാണെന്ന് അറിയാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു മറുപടി ക്രിസ്ത്യാനിയുടെ വേദപുസ്തകത്തിൽ മാത്രം കാണാൻ പറ്റി. ഞാൻ ഖുറാൻ വായിച്ചു തീർത്തു. ഞാൻ അവസാനം ഈ ഏകദൈവം ഋഗ്വേദം പറഞ്ഞത് അനുസരിച്ച് ഞാൻ ഇസ്ലാം ആവാൻ തീരുമാനിച്ച ആളാണ്. പക്ഷെ ദൈവം എന്നെ നിത്യതയിൽ തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ ക്രിസ്തുവിന്റെ അനുയായി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെ യേശു ക്രിസ്തു മാത്രമാണ് ഈ ശ്ലോകത്തിന് മറുപടി നൽകിയത്. ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇതെന്റെ മനസ്സിനെ വളരെ സന്തോഷിപ്പിച്ചു. അപ്പോഴത്തേക്കും ഞാൻ യേശുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ ദൈവം എന്നോട് ഡയറക്റ്റ് സംസാരിച്ചപ്പോൾ എനിക്ക് 100% ഉറപ്പായി യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യതയിൽ മോക്ഷം തരുന്ന ദൈവമെന്ന് എനിക്ക് മനസ്സിലായി. ആ കിണറ്റിന്റെ കരയിൽ വെച്ച് കുളിക്കാൻ കയറുന്നതിന് മുമ്പായിട്ട് എന്റെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു, യേശുവേ, ഇന്ന് മുതൽ എന്റെ കർത്താവും എന്റെ ദൈവമാണ്. ഇന്ന് 33 വർഷമായി ഈ കർത്താവ് എന്റെ ദൈവമാണ്, എന്റെ യജമാനനാണ്. ഹല്ലേലൂയ. എന്നോട് ഈ ദൈവം അന്ന് മാത്രമല്ല സംസാരിച്ചത്, നിരന്തരമായി ദൈവം എന്നോട് സംസാരിക്കും. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ സുവിശേഷമൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്കെല്ലാം ഉണ്ട് സംശയമാണ്, ദൈവം സംസാരിക്കുമോ? ഞാൻ പറഞ്ഞു, എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്, അതുകൊണ്ട് സംസാരിക്കും. ഒരുപക്ഷെ ചിലർക്ക്, ദൈവമക്കൾക്കോ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരായിരിക്കുന്നവർക്കോ നേരിട്ട് ദൈവശബ്ദം കേൾക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലായിരിക്കും. ഒരുപക്ഷെ അവർ ആ നിലയിൽ ചിന്തിച്ച് അതിനുവേണ്ടി കാത്തിരിക്കാഞ്ഞത് കൊണ്ടായിരിക്കും. പക്ഷെ സത്യമായി ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തെ കണ്ടെത്തും. അതായത് ഈ ക്രിസ്ത്യാനിയുടെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഇരമ്യാവ് എന്നൊരു പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം അതിന്റെ 11 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ കിടക്കുന്ന കാര്യമുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിക്കും, ജാഗ്രതയോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കും. അതൊരു വലിയ കാര്യമാണ്. കാരണം മനുഷ്യന്റെ അന്വേഷണത്തിൽ ആത്മാവാകുന്ന ദൈവത്തെ ഒരു നാളും കണ്ടെത്താൻ പറ്റത്തില്ല. പക്ഷെ സിൻസിയറായിട്ട് കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടെ അന്വേഷിച്ചാൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തും എന്നാണ് ആ തിരുവചനം പറഞ്ഞത്. അത് സത്യമാണ്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തില്ലെങ്കിൽ ആത്മാവായ ദൈവത്തെ നമുക്കൊരിക്കലും അറിയാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിച്ചത് നിഷ്കളങ്ക ഹൃദയത്തോടെ. ഇന്ന് പലർക്കും ദൈവാന്വേഷികളായ പലരും ഉണ്ടെങ്കിലും അവർക്ക് ദൈവത്തെ പലപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഭാരപ്പെട്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, വളയത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഈ അന്വേഷണം. എന്ന് വെച്ചാൽ അവനവൻ ജനിച്ച മതത്തിന്റെ ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അത് ശരിയാണെന്നുള്ള വിശ്വാസം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് സത്യം അന്വേഷിച്ചാൽ അത് മാത്രമേ അവർ കണ്ടെത്തുള്ളൂ. സത്യം കണ്ടെത്താൻ കഴിയില്ല. ഞാൻ അന്വേഷിച്ചത്, ഞാൻ ജനിച്ചു വളർന്ന എന്റെ മതമോ ഞാൻ പഠിച്ച 5-6 മതങ്ങൾ അതൊന്നും ഞാൻ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് റിയലായിട്ട് സത്യം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. വളയത്തിന് പുറത്ത് ചാടിയിട്ട് സത്യം അന്വേഷിക്കായിരുന്നു. ഇപ്പൊ ഇന്ന് എല്ലാവരും അവരുടെ മതങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. സത്യത്തിൽ
മതങ്ങളെല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാണോ എന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. എല്ലാ മതങ്ങളിലും കുറെ നല്ല കാര്യങ്ങളുണ്ട്, ധർമ്മോപദേശങ്ങളുണ്ട്, സാൻമാർഗിക ഉപദേശങ്ങളുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷെ എല്ലാ മതങ്ങളും ദൈവം ഉണ്ടാക്കിയതല്ല, എല്ലാ മതങ്ങളും മനുഷ്യ സൃഷ്ടിയാണ്. ഞാന് രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ധാരാളം സിനിമയൊക്കെ കാണുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ സിനിമ കാണുമ്പോൾ ഒരു പാട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വയലാർ രാമവർമ്മ എന്നൊരു കവി ഒരു പോയം എഴുതിയിട്ട് സിനിമ പാട്ട് എഴുതി. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. എനിക്ക് പാടാൻ അത്ര കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പറയുവാണ്. ഇത് എന്തോ ഒരു അർത്ഥവത്തായ ഒരു കാര്യമാണ്. സിനിമ കഥ പാട്ടാണെങ്കിൽ പോലും മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, 100% സത്യം. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, എല്ലാ മതങ്ങൾക്കും ആ മതങ്ങളുടെ ദൈവങ്ങൾ അല്ലേ. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. ഇതൊരു സത്യമല്ലേ? കാരണം യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്ക രാജ്യങ്ങളോ ഓസ്ട്രേലിയ അതുപോലെ രാജ്യങ്ങൾ നോക്കിയാൽ എല്ലാ രാജ്യങ്ങളും ക്രിസ്തു മതത്തിന്റെ അണ്ടറിൽ. അപ്പൊ ആ പ്രദേശങ്ങൾ ക്രിസ്തു മതത്തിന്റെ അണ്ടറിൽ. ഗൾഫ് രാജ്യങ്ങളോ ഇന്തോനേഷ്യ പോലെയുള്ള അല്ലെ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ ഇസ്ലാം മതം വിശ്വസിക്കുന്നത്, ആ മതത്തിന്റെ കീഴിൽ. അതുപോലെ ഇന്ത്യയും നേപ്പാളും അതുപോലെ ചില പ്രദേശങ്ങളും ഹിന്ദു മതത്തിന് അണ്ടറിൽ. അപ്പൊ ആ പ്രദേശങ്ങളെല്ലാം മണ്ണ് പങ്കുവെച്ചു, മതങ്ങൾ മണ്ണിനെ പങ്കുവെച്ചു. മാത്രമല്ല അവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സിനെയും ഈ മതങ്ങൾ പങ്കുവെച്ചു. സത്യമാണ്. അപ്പൊ ഈ മതങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് സത്യം അന്വേഷിച്ചാൽ ഒരിക്കൽ പോലും ദൈവത്തെ കണ്ടെത്താൻ കഴിയത്തില്ല. എന്നാൽ എനിക്ക് സത്യം അറിയില്ല, സത്യം അറിയണം എന്ന ആഗ്രഹത്തോടെ ഹൃദയംഗമായി പ്രാർത്ഥിച്ചാൽ ദൈവം തന്നെ വെളിപ്പെടുത്തും. അപ്പൊ ദൈവം സംസാരിക്കുവെച്ചാൽ ദൈവം സംസാരിക്കൂ. എന്നോട് സംസാരിച്ചു, ഇപ്പോഴും സംസാരിക്കുന്നു. അതുകൊണ്ട് ഈ ദൈവത്തെ അറിയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ദൈവത്തെ മനുഷ്യൻ വാസ്തവമായിട്ടും അന്വേഷിക്കണം, സത്യദൈവത്തെ സേവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞതിന്റെ ലക്ഷ്യം ഇത് മാത്രമാണ്. എല്ലാവരും ദൈവാന്വേഷികൾ മുഴുവൻ പേരും യുക്തിവാദികളായി തീരണമെന്നാണ് എന്റെ ഹൃദയത്തിലെ ആഗ്രഹം. ശരിക്കും ഈ നിരീശ്വരവാദികളെ നമ്മൾ യുക്തിവാദികൾ എന്ന് വിളിക്കാറുണ്ട്. ശരിക്കും അവർ യുക്തി ഇല്ലാത്തവരാണ്. യുക്തി ഉള്ളവരാണെങ്കിൽ സത്യം അറിഞ്ഞേനെ. അപ്പൊ നിരീശ്വരവാദികളാണ്, അവർ യുക്തിപരമായിട്ട് ചെയ്ത്. അപ്പം ഞാനിപ്പം ദൈവത്തെ കാണുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ദൈവകാര്യത്തിലും യുക്തി ഉപയോഗിക്കണം. അപ്പം ദൈവകാര്യം പറയുമ്പോൾ മനുഷ്യന്റെ ലോജിക്ക് അല്ലെങ്കിൽ യുക്തിബോധം മാറി നിൽക്കും. അതുകൊണ്ടാണ് വലിയ പണ്ഡിതന്മാർ പോലും സത്യദൈവത്തെ അറിയാതെ മിഥ്യാമൂർത്തികളെ ദൈവമായിട്ട് സങ്കല്പിച്ച് പോകുന്നതിന്റെ കാരണം. അപ്പൊ ഞാനിപ്പം ദൈവത്തെ സേവിക്കുമ്പോൾ ഇത് ദൈവമാണോ, ദൈവത്തിന് ഉണ്ടാകേണ്ട യോഗ്യത ഈ ദൈവത്തിനുണ്ടോ, ഇതൊക്കെ ഞാനൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ രാഷ്ട്രീയം പോലാണ്. നമ്മുടെ കേരളം അല്ലെ ഇന്ത്യയിലെ രാഷ്ട്രീയം മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ അവർ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇത് രാജ്യത്തിന്റെ നന്മയ്ക്കാണോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്? അങ്ങനാണെങ്കിലും അല്ലെങ്കിലും ഞാൻ എന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ, ഞാൻ നമ്മുടെ രാജ്യം നന്നാകത്തില്ല എന്നുള്ളതാണ്. ശരിക്കും ഞാൻ ഒരു രാഷ്ട്രീയക്കാരനുമല്ല, ഞാൻ ഒരിക്കൽ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അവർ ദൈവമില്ലാത്ത വിശ്വാസികളായതുകൊണ്ട് ഞാൻ തന്നെ അറിയാതെ അതിൽ നിന്ന് മാറി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളല്ല ഞാൻ. മനുഷ്യർക്ക് നന്മ ചെയ്യാൻ ഉള്ള ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ രീതി. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മനുഷ്യൻ അവരുടെ ജീവിതം മാറ്റിവെച്ച പോലെ മതങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ചേക്കാം. ഇവർക്ക് നഷ്ടമാകുന്നത് നിത്യജീവനാണെന്നുള്ള ആ സത്യം ഇവർ മറന്നു പോയിരിക്കുന്നു. മതത്തെ സേവിക്കുകയാണ്, അവർക്ക് നഷ്ടമാകുന്നത് നിത്യജീവനാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം എന്നോട് കരുണ ചെയ്ത് ഞാൻ യേശുവിനെ കർത്താവും ദൈവമായിട്ട് ഹൃദയത്തിൽ അംഗീകരിച്ചു. ഞാൻ പാരലൽ പഠിക്കുമ്പോഴേ ഈ ദൈവശാസ്ത്രം വന്നത്. അപ്പോ കുറച്ചു നാള് ഞാൻ രഹസ്യമായിട്ട് കർത്താവിനെ വിളിച്ചു. ഇത് ആരോടും പറയേണ്ട കാര്യമല്ല, ഞാനും ദൈവമായുള്ള ബന്ധമാണെന്ന് ഓർത്തിട്ട് ഞാൻ രഹസ്യമായിട്ട് ദൈവത്തെ വിളിച്ചു. വലിയ സന്തോഷത്തിലാണ് ഞാൻ, ദൈവത്തെ അറിഞ്ഞതിലുള്ള സന്തോഷം. ആ സന്തോഷത്തെ റോഡിൽ നടക്കുമ്പോഴൊക്കെ ഞാൻ പാട്ട് പാടിയും പ്രാർത്ഥിച്ചും ദൈവത്തോട് സംസാരിച്ചും കൊണ്ട് നടക്കുന്നത്. സാധാരണ ആൾക്കാർ കണ്ടവർക്ക് ഒരു ഭ്രാന്തൻ പോകുന്നു എന്ന് ഓർക്കും, കാരണം ചുമ്മാ സംസാരിച്ചോണ്ട് പോകുന്നവർക്ക്. പക്ഷെ ഞാൻ എന്റെ ദൈവത്തോട് സംസാരിച്ച് സ്നേഹം പങ്കുവെച്ച് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്ക് ഒരു ചിന്ത വന്നു, ഈ ചർച്ചിലൊക്കെ ഒന്ന് പോയാലോ, അവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്ന് അറിയണം. അങ്ങനെ ഞാന് പത്തനംതിട്ട എന്റെ വീടിനടുത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സുകാരാണ്. അപ്പൊ ആര് പറഞ്ഞാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയോ എന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, ഇവർ വേദപുസ്തകം അതുപോലെ ഫോളോ ചെയ്യുന്നവരല്ല, അവർക്ക് കുറെ ട്രഡീഷൻസ് ആണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അവർ യഥാർത്ഥമായിട്ടും കർത്താവിന്റെ വഴി അല്ല ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് എങ്ങനെ ഒരു ബോധ്യം.
ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയായിരിക്കും. പിന്നെയും പെന്തക്കോസ്തുകാരെന്നൊരു വിഭാഗമുണ്ട് ഞങ്ങളുടെ അടുത്ത്. പക്ഷെ അവരെ കുറിച്ച് എനിക്ക് നല്ല കാഴ്ചപ്പാടില്ല. ബഹളം ഉണ്ടാക്കുന്ന ജീവിതമില്ലാത്തൊരു വർഗം എന്നാണ് എന്റെ കാഴ്ചപ്പാട്. അതിനെക്കുറിച്ച് ഒന്നും എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ഹിന്ദു ആയിരുന്നപ്പോൾ ഉള്ള ചിന്തയാണ്. എന്നാൽ ഞങ്ങളുടെ അടുത്ത് കുറെ മർത്തമ്മക്കാരുണ്ട്. അവരുടെ ജീവിതം ഞാൻ വീക്ഷിച്ചപ്പോൾ വളരെ മാതൃകയോടെ ജീവിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതുകൊണ്ട് എന്റെ ഉള്ളത്തിൽ അന്ന് തൊട്ട് അവരുടെ ആ മാതൃകയുള്ള ജീവിതം കണ്ടുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നി, എനിക്ക് മർത്തോമ ചർച്ചിൽ ഒന്ന് പോകണം. അപ്പൊ അങ്ങനെ ഞാൻ പാറകൾ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞാൻ യേശുവിനെ എന്റെ കർത്താവും ദൈവമായിട്ട് അംഗീകരിച്ചു. എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് മർത്തോമ പള്ളിയിലാണ് പോകേണ്ടത്. അത് എന്തുവാണെന്നൊന്നും എനിക്കറിയില്ല. മർത്തോമ പള്ളിയിൽ എന്താ നടക്കുന്നത് ഒന്നും എനിക്കറിയില്ല. പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ ജീവിതം കുറെ സ്റ്റാൻഡേർഡ് ഉള്ളതായ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല മാർഗമാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കടമ്പനിട്ട് എന്നൊരു സ്ഥലത്തു നിന്നാ വരുന്നേ, അവിടുത്തെ മർത്തോമ പള്ളിയിലാണ് ഞങ്ങൾ പോകുന്നത്, സാറ് ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കടമ്പനിട്ട കല്ലേലി മുക്കിനുള്ള ഒരു മർത്തോമ പള്ളിയിൽ ഏകദേശം 1 വർഷക്കാലം പോയി. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അവിടെ പോകും, എനിക്കൊന്നും അവിടുത്തെ അറിയത്തില്ല. അവരെല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ഞാനും ചർച്ചിൽ എഴുന്നേൽക്കും, ഇരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചു. അതിനിടയ്ക്ക് വേദപുസ്തകം വളരെ വായിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പാറൽക്കൊള്ളിൽ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ട്യൂഷൻ എടുക്കാൻ പോകുമ്പോൾ പത്തനംതിട്ട ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോകും, ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ ആ ഡോക്ടർ വൈഫ് അവർ മർത്തോമക്കാരാണ്. പക്ഷേ അവർക്കൊരു ഇച്ചിരി ആത്മീയത സ്ത്രീക്ക് കൂടുതലുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ SR മനോഹർ എന്നൊരാൾ കർണാടക ഗുൽബർഗയിൽ നിന്നുള്ള ഒരു ബ്രാഹ്മിൺ കൺവേർട്ടാണ്, അദ്ദേഹം പ്രസംഗിക്കാൻ വരുന്നു. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, സാറ് വാ, നിങ്ങളെ പോലെ ഹിന്ദു ചുറ്റുപാടിൽ വന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, എന്റെ നാട്ടിലാണ്, ആൾക്കാരെ അറിയും ഞാൻ മതം മാറി, ഞാൻ വരത്തില്ല. അപ്പൊ ഈ 2 കുഞ്ഞുങ്ങളാ, അവർ 2 കയ്യെ പിടിച്ച് വലിച്ചു പറയാ, അച്ചാച്ച ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളുടെ വണ്ടിയെ കൊണ്ടുപോകാൻ ആരും കാണും. ആ കുഞ്ഞുങ്ങളുടെ നിർബന്ധത്തിൽ അന്ന് ഞാൻ പോയി. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രസംഗം. അല്ലെങ്കിൽ മർത്തോമ പള്ളിയിലെ ചെറിയ ഒരു ഷോർട്ട് മെസ്സേജ് കേൾക്കുന്നത്, അതിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. പക്ഷെ SR മനോഹറിന്റെ മെസ്സേജ് കേട്ടപ്പോൾ അതെന്നെ ഹൃദയംഗമായിട്ട് ആകർഷിച്ചു. വളരെ സന്തോഷം. പിറ്റേ ദിവസം ഒരു ശനിയാഴ്ചയാണ്. അപ്പൊ ശനിയാഴ്ച എക്സ്ട്രാ ക്ലാസ് വെച്ചേക്കാം, പോർഷൻസ് തീരാൻ വേണ്ടി. എന്റെ ടൈമും പോകും. അതുകൊണ്ട് ഒരു 10 മണിയായപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു കൊതി വരികയാണ്, വാഞ്ച വരികയാണ്, എനിക്ക് ബൈബിൾ ക്ലാസ്സിന് പോകണം. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, 10:30 പറഞ്ഞു, ഇന്ന് ക്ലാസ് നിർത്തുകയാണ്, ഞാൻ അടുത്ത ആഴ്ച ബാക്കി എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷം. അവർക്ക് വീട്ടിൽ അറിയാതെ സിനിമയ്ക്കാനോ ഒക്കെ ഉള്ള സമയമാണ്. അവര് സന്തോഷം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓടിപ്പിടിച്ച് അവിടെ ബൈബിൾ ക്ലാസ് ചെന്നു. അത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് കയറി. 1:30 ആയപ്പോ ക്ലാസ് നിർത്തുന്ന സമയത്ത് മനോഹർ പറയാണ്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മേൽ ഹോളി സ്പിരിറ്റ് വരും. ഞാനങ്ങ് സ്റ്റണ്ടായി. എന്നുവെച്ചാൽ ഞാൻ തരിച്ചു പോയി. അതെങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന ദൈവം മനുഷ്യന്റെ അകത്ത് വരുന്നത്? എനിക്കത് വിശ്വസിക്കാനില്ല. പക്ഷേ നിഷ്കളങ്കയോടെ ഞാൻ അന്നത്തെ പോലെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വരുമെങ്കിൽ ഇന്ന് എന്റെ മേൽ വരണമേ. ഇത് ഹൃദയമായിട്ട് പ്രാർത്ഥിച്ചു. എന്റെ അടിവയറ്റിൽ നൈസ് പലക വെക്കുന്ന പോലെ ഒരു മരവിപ്പിഞ്ഞോട്ട് കയറിയിട്ട് എന്റെ തലയിൽ താങ്ങാൻ പറ്റാത്ത 11 kV ലൈനിൽ നിന്ന് കറണ്ട് വ്യാപരിച്ചാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം പോലെ എന്റെ മേൽ ഉണ്ടാകുകയും അന്ന് ഞാൻ അഭിഷേകം പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നു. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് പിടഞ്ഞ് വികസിച്ചു. റോമാലേഖനം 14:17 ഒരു വാക്യം പറഞ്ഞു, ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ആ സന്തോഷം, അതായത് പരമാനന്ദം എന്ന് പറയുന്ന ഒരു സന്തോഷം എന്റെ ഉള്ളിൽ വന്നങ്ങ് നിറഞ്ഞു. അപ്പൊ അതുവരെ ഞാൻ വിശ്വസിച്ചത് എനിക്ക് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല, അത് ക്രിസ്ത്യാനികൾക്കുള്ളതാണ്, ഞാൻ യേശുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി, എനിക്ക് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. അതായിരുന്നു എന്റെ ചിന്ത. പക്ഷെ ഈ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ആരും പറയാതെ എന്റെ ഉള്ളിൽ പ്രേരണ അകത്തുനിന്ന് പ്രേരിപ്പിക്കുക, നീ സ്നാനപ്പെടണം. അപ്പോൾ ഈ SR മനോഹർ ഇംഗ്ലീഷാണ് പ്രസംഗിക്കുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് DJ അജിത് കുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരം കാട്ടാക്കടയിലുള്ള ആളാണ്. അദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ്. അപ്പം ഈ അച്ഛനെ, CSIയിലെ അച്ഛൻ കുമ്പളാമ്പകയിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ആ മീറ്റിങ്ങിന് കൊണ്ടുവരുന്നത്. അന്ന് ഞാൻ പഠിപ്പിക്കുന്ന ജോളി എന്നൊരു പെൺകുട്ടിയുടെ ജീപ്പയിലാണ് കൊണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്ന ഈ കുട്ടി കണ്ടോണ്ട് എന്നോട് ചോദിച്ചു, എന്തിനാ സാർ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ ഈ ചന്ദനക്കുരി ഇട്ടുകൊണ്ടാണ് കോളേജിൽ പോകുന്നത്.
അപ്പൊ എന്നോട് എന്തിനാ സാറിനോട്, അപ്പൊ ഞാൻ ഹിന്ദു ആണ് അതിനെ അറിയാം. ഞാൻ പറഞ്ഞു ഞാൻ യേശുവിനെ കർത്താവ് ദൈവമായിട്ട് അംഗീകരിച്ചു, അതുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് കേൾക്കാൻ വന്നതാണെന്ന്. അപ്പൊ ആ കുഞ്ഞിന് ഭയങ്കര സന്തോഷം. അത് ഓടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് എന്റെ സാറാണ്, ഇങ്ങനെ ഹിന്ദു ആണ്, വിശ്വാസം വന്നു. അപ്പൊ അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു, വില്യം എബ്രഹാം എന്നാണ്, ഒരു നല്ല ദൈവഭക്തനാണ്. അദ്ദേഹം എന്നോട് സംസാരിച്ചു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛോ എനിക്ക് സ്നാനപ്പെടണം. അപ്പം ഏതാണ് ശരിയായ സ്നാനം, ശിശുസ്നാനമാണോ മുതിർന്ന സ്നാനം, ഒന്നും എനിക്കറിയില്ല. എവിടെയാണ്, ഏത് ചർച്ചുകാരാണ് ശരിയായിട്ടുള്ള സ്നാനം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛോ എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ അച്ഛൻ പറഞ്ഞു നീ തിങ്കളാഴ്ച പത്തനംതിട്ട ഇന്ന കടയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഒരുങ്ങിപ്പോയതും അദ്ദേഹം ബുള്ളറ്റിൽ വന്നു കയറാൻ പറഞ്ഞു. കയറി. എവിടെ പോകുന്ന അറിഞ്ഞൂടാ, വളരെ ദൂരം ഓടി എറണാകുളത്ത് ചെന്നു, ചോറ്റാനിക്കര ചെന്നു, കണയന്നൂർ എന്നൊരു സ്ഥലത്ത് ചെന്നു, മത്തായി തെക്കേടത്ത് വന്നൊരു യാക്കോബ് അച്ഛന്റെ വീട്ടിൽ അതിനെ കൊണ്ടുവന്നു. അവിടെ ചെന്നു അച്ഛനുമായിട്ട് ഈ അച്ഛൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ആത്മീയമായോണ്ട് എനിക്ക് അധികം അറിയത്തില്ല. അവർ സംസാരിച്ചിട്ട് ഇവര് രണ്ടുപേരും കൂടെ എന്നെ ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ കൊണ്ടുപോയി. KV ചെറിയാൻ എന്ന് പറയുന്ന പ്രൈസ് ഗോഡ് ആ ദൈവദാസന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ചെറിയ കൂട്ടം. അപ്പൊ വചനമൊക്കെ പ്രസംഗിച്ചു, ഉപദേശം തന്നു. അവിടെ ഒരു കുളത്തിൽ കൊണ്ടുപോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എനിക്ക് മുഴുകൽ സ്നാനം തന്നു. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയതാണെന്ന് ഓർക്കുക. കാരണം ഈ സ്നാനം എന്ന് പറയുന്നത് വലിയ കർമ്മത്തെ, അതായത് മരണവും അടക്കവും പുനരുത്ഥാനം എന്ന് പറയുന്ന വലിയ കർമ്മത്തെ ക്രിസ്തീയ വിഭാഗങ്ങൾ പലതരത്തിൽ വികലമാക്കി കളഞ്ഞപ്പോൾ, ഒരു CSL അച്ഛനാണ് എന്നെ സ്നാനപ്പെടുത്താൻ കൊണ്ടുപോയെങ്കിലും എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രോപ്പർ സ്ഥാനത്ത് കൊണ്ടുപോയി പ്രോപ്പറായുള്ള സ്നാനം ഏൽക്കുവാൻ കൃപ ചെയ്തു. അങ്ങനെ 91 നവംബർ മാസത്തിൽ ഞാൻ സ്നാനപ്പെട്ടു. 1990 ഡിസംബർ 23 ഞാൻ 90 ഡിസംബർ 20 ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. 91 നവംബറിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അതിനുശേഷം ഞാൻ ഈ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ യേശുവിനെ ഞാൻ സ്വീകരിച്ചു പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, സാറേ ക്രിസ്ത്യാനി പെൺപിള്ളേരുമായിട്ട് വല്ല കമ്പനി ഉണ്ടോ, അതുകൊണ്ടാണോ വിശ്വാസത്തിൽ വന്നതെന്ന്. അതെന്റെ മനസ്സിൽ വലിയൊരു വിഷമമായി. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല കുഞ്ഞെ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് എന്റെ മനസ്സിൽ വിഷമം തോന്നി. ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വാങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആരെങ്കിലും അത് പറഞ്ഞേക്കും. കാരണം അതിനുവേണ്ടി ഈ മതവിശ്വാസം മാറേണ്ട ഒരാവശ്യമില്ല. ഒരു പെൺകുട്ടിയെ വാങ്ങിക്കാൻ വേണ്ടി മതം മാറേണ്ട ഒരാവശ്യമില്ല. അത് അറിവില്ലായ്മത്തിലാണ്. അപ്പൊ ഞാൻ അന്ന് ദൈവത്തോട് ഒരു കാര്യം പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ എന്നെ പോലെ ഹൈന്ദവ ചുറ്റുപാടിന് ക്രിസ്തുവിൽ വന്ന ഒരാളിനെ തരണമേ. ഇത്രയും മാത്രമേ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ കൂടലിൽ രാജഗിരി എന്നൊരു സ്ഥലത്ത് പോയി. അവിടെ വീട്ടിൽ എന്റെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ അമ്മച്ചി പറയാ, നമുക്ക് ഈ അനീസാറിന് വീട്ടിന് അപ്പുറത്തുള്ള സുജാതയെ ഒന്ന് അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റിൽ ഒരു ഹിന്ദു കുടുംബമുണ്ട്, നായർ ഉണ്ണിത്തൻ എന്നൊരു കുടുംബമാണ്. അപ്പൊ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകൾ സുജാത, അവൾ വിശ്വാസത്തിൽ വന്നു. ബോംബെയിൽ നഴ്സിംഗിൽ പഠിക്കാൻ പോയപ്പോൾ അത് വിശ്വാസത്തിൽ വന്നു. അവിടുന്ന് അത് മസ്കറ്റിൽ ജോലിക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ആലോചിച്ചാൽ കൊള്ളാം എന്ന് ഈ ക്രിസ്ത്യൻ വീട്ടുകാർ പറഞ്ഞു. പക്ഷെ ആ സുജാത വീട്ടുകാർ അവൾ വിശ്വാസത്തിൽ വന്നതിന് ഭയങ്കര എതിരെയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ആ വീട്ടിൽ പോയി അന്വേഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം ഈ സാക്ഷ്യം പറഞ്ഞ വീട്ടിലെ അവരെന്നെ പറഞ്ഞു, ഒരു ദിവസം ഇങ്ങോട്ടൊന്ന് വന്നാട്ട് ആ പെൺകുട്ടി അവധിക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ 1993 മസ്കറ്റ് ജോലി ചെയ്തു. 94 അവധിക്ക് വന്നപ്പോൾ ഞാൻ കാണാൻ ചെന്നു. അപ്പൊ ഞാൻ കാണാൻ ചെല്ലുന്നു എന്ന് ആ വീട്ടുകാർ അറിഞ്ഞിട്ട് അവളെ അന്ന് പുറത്തു പോലും വിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ക്രിസ്ത്യൻ വീട്ടിൽ പോയി, സാക്ഷ്യം പറഞ്ഞ വീട്ടിൽ പോയി എന്റെ ഒരു ഫോട്ടോയും കൊടുത്തു, എന്റെ അഡ്രസ്സും കൊടുത്തു. എന്റെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്, ആ കുഞ്ഞിനോട് പറഞ്ഞാട്ട് ദൈവഹിതമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ അവധി കഴിഞ്ഞപ്പോൾ അതങ്ങ് തിരിച്ചു പോയി. ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടില്ല. പക്ഷെ അതും ഒരു ഫോട്ടോയും അഡ്രസ്സും അവിടെ കൊടുത്തിട്ട് പോയി. അപ്പൊ ഞാൻ ഒരു ലെറ്റർ എഴുതി, എന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെ ഹിന്ദു ചുറ്റുപാട് വിശ്വാസം എന്നാ എന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്, ദൈവഹിതമാണെങ്കിൽ നമുക്ക് വിവാഹാലോചന കുറിച്ച് ചിന്തിക്കാമെന്ന്. അങ്ങനെ ആ പെൺകുട്ടി അവരുടെ വീട്ടുകാരോട് ഈ കാര്യം സംസാരിച്ചു. അപ്പം അവർക്ക് ഒരു മൂത്ത ജ്യേഷ്ഠനുണ്ട്. അപ്പൊ ആ ജ്യേഷ്ഠൻ ഈ കുഞ്ഞിന് ഇച്ചിരി അനുകൂലമായിട്ട് നിൽക്കുന്ന ആളാണ്. മൂത്ത ജ്യേഷ്ഠൻ വെച്ചാൽ ജ്യേഷ്ഠത്തിന്റെ ഹസ്ബൻഡ്. അദ്ദേഹം എന്നെ അന്വേഷിച്ച് പത്തനംതിട്ട ഒരു കോപ്പറേറ്റ് പാരൽ കോളേജ് ഉണ്ട്, അവിടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഒരു 2000 പേരിലധികം കുഞ്ഞുങ്ങളുള്ള വലിയൊരു പാരൽ കോളേജാണ്. അപ്പൊ അവിടെ ഇദ്ദേഹം വന്ന് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വീട്ടിൽ ചെന്നു. ഈ പെൺകുട്ടിയോട് സംസാരിച്ചു, വീട്ടുകാർ സംസാരിച്ചു, ഞാൻ സംസാരിച്ചു, അദ്ദേഹത്തെ കണ്ടു. സംസാരിച്ചപ്പോൾ ഒരു പെന്തക്കോസ്തുകാരന്റെ കൂട്ട് തോന്നുന്നു. അന്ന് മീശ ഒന്നും എടുത്തിട്ടില്ല, എങ്കിലും
ഒരു പെന്തക്കോസ്തുകാരന്റെ സംസാരം കേട്ടപ്പോൾ തോന്നുന്നു ഒക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് സംസാരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി എന്നോട് ഒരു ദിവസം പറയുവാണ്, നീ അങ്ങോട്ടൊന്ന് വാ, ഈ പിണങ്ങിയിരിക്കുന്ന വീട്ടുകാരുടെ ഒരു ദിവസം വീട്ടിലോട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഭയം എന്ന് വെച്ചാൽ അവര് മോള് വിശ്വാസം അതിന് ഭയങ്കര എതിര് നിൽക്കുക. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ അപമാനിച്ചു വിട്ടാൽ മോശമായി തീരുമല്ലോ. അതുകൊണ്ട് കടമ്പനിട്ട ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന ഒരു ദൈവദാസനുണ്ട്, PV ജോൺ എന്ന് പറയും, ഷാരൂരിലെ പാസ്റ്ററാണ്. അദ്ദേഹം ഇപ്പൊ എവിടെയാന്ന് അറിഞ്ഞുകൂടാ, ഈ 30 വർഷം മുമ്പ് കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പോയി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു. ഞാൻ ഞായറാഴ്ച അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, ഞാൻ എന്ത് വിശ്വസിച്ച് അങ്ങോട്ട് പോകും. അപ്പൊ അദ്ദേഹം ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി എസ്തേർ, നീ ഭയപ്പെടാതെ പോകുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ വീട്ടിൽ ചെന്നപ്പോൾ ഈ മൂത്ത ചേച്ചിമാരും അപ്പനും കൂടെ എന്നെ കൈക്കൊണ്ടു. അമ്മ അവിടെ ഇല്ല, അമ്മയാണ് വീട്ടിലെ കാര്യക്കാരി. അപ്പൊ അമ്മച്ചി ഇവിടുന്ന് പോയിട്ട് വന്നിട്ട് എന്നോട് ആദ്യം ചോദിക്കാം, എടാ പെണ്ണ് കാണാൻ അയൽവക്കത്താന്നോ വരുന്നത്? ചിരിച്ചോണ്ടാ ചോദിക്കരുത്. ഞാൻ പറഞ്ഞു, അമ്മച്ചി പെണ്ണ് കാണാൻ വന്നല്ല, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അത് അന്വേഷിക്കാൻ വന്ന, അത് സോപ്പിട്ടങ്ങ് പറഞ്ഞതാണ്, പ്രശ്നം ഉണ്ടാകാൻ. അമ്മച്ചി എന്നോട് ആദ്യം പറയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ വിവാഹം നടത്തിത്തരാം, പക്ഷെ ഞങ്ങളുടെ ആചാരപ്രകാരം മാത്രമേ നടത്തുള്ളൂ. ഞാൻ ഉടനെ ഒരു ഉടക്കം ഉണ്ടാക്കേണ്ടെന്ന് ഓർത്തിട്ട് അമ്മച്ചി മോളോട് സംസാരിച്ചിട്ട് ആ കാര്യം ബാക്കിയെല്ലാം ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടുന്ന് വേഗം തിരിച്ചു പോന്നു. കാര്യങ്ങളൊക്കെ കുറെ സംസാരിച്ചിട്ട് പോന്നു. എന്നിട്ട് ഞാൻ സുജാതയ്ക്ക് ഒരു കത്തെഴുതി അമ്മയും അച്ഛനെയും സഹോദരങ്ങളെയും ഒക്കെ കണ്ടു. ഇങ്ങനെ അവർ പറഞ്ഞു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവരോട് സംസാരിച്ചിരുന്നു. ഈ പെൺകുട്ടി വളരെ മാന്യമായിട്ട് വീട്ടിലേക്ക് ഒരു കത്തെഴുതി, ഞാൻ മരണം വരെ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും പേരുദോഷം ഉണ്ടാകാതെ വിവാഹം കഴിക്കാതെ ജീവിച്ചു കൊള്ളാം, പക്ഷേ എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ ക്രിസ്തീയ മാർഗപ്രകാരം ഒരു വിവാഹം നടത്തിയാൽ മതി. അത് അവർ അംഗീകരിച്ചു. അങ്ങനെ എന്നെ ഒരു ദിവസം കൂടെ വിളിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വിവാഹം നടത്തിക്കോ, പക്ഷെ ഞങ്ങൾ 30 പേരും മാത്രമേ വരത്തുള്ളൂ, എല്ലാ ബന്ധുക്കളും സഹകരിക്കത്തില്ല. ഞാൻ പറഞ്ഞു മതി, 30 എങ്കിൽ 30, 20 എങ്കിൽ 20. അങ്ങനെ 1994 നവംബർ 3 ഞങ്ങളുടെ വിവാഹം അനുഗ്രഹമായി നടന്നു. സന്തോഷമായിരുന്നു. 10 വർഷം ജീവിക്കാൻ മാത്രമേ ഞങ്ങളെ ദൈവം ആ കാര്യത്തിൽ അനുവദിച്ചുള്ളൂ. 3 പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു. 3ാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഇവിടെ മസ്കറ്റിൽ വെച്ച് തന്നെ ഡെലിവറിയോടുകൂടി വൈഫ് മരിച്ചു. മുപ്പത്തിയെട്ട് വയസ്സായപ്പോൾ എന്റെ വൈഫ് മരിച്ചു. കുഞ്ഞും അമ്മയും തമ്മിൽ കണ്ടിട്ട് കുഞ്ഞിനെ തന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് 6 ദിവസത്തെ അവധിക്ക് ഞാൻ ഡെഡ് ബോഡിയും കൊണ്ടുവന്ന് നാട്ടിൽ അടക്കം ചെയ്തു. ആറ് ദിവസം കഴിഞ്ഞ് തിരിച്ചു ചെന്ന് ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ കുഞ്ഞിനെ നോക്കി. അങ്ങനെ ഏകദേശം 2 വർഷമായപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു. അതാണ് സോഫി. ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത് 2ാമത്തെ വൈഫാണ്. എന്തിനാണ് 2ാമത് വിവാഹം കഴിച്ചത് ചിലർ ചോദിക്കും. അതിന് കറക്റ്റ് ഒരു മറുപടി ഉണ്ട്, എന്റെ വിശുദ്ധ ജീവിതം സൂക്ഷിക്കാനായി. അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യനുള്ള ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങളും എനിക്കുണ്ട്. അപ്പോൾ എന്റെ ദൈവത്തെ അപമാനിക്കുന്ന ഒരു വിഷയം എനിക്കുണ്ടാകാതിരിക്കാൻ എനിക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടാകേണ്ടതിന്, എന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കേണ്ടതിനായിട്ട് 3 പെൺകുഞ്ഞുങ്ങളാ, അവരുടെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാൻ കഴിയത്തില്ല. അതിനായിട്ട് ഞാൻ 2ാമത് പങ്കെടുത്തു. സോഫി വിശ്വസ്തയായി എന്നെയും എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നു. ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമായിട്ട് വന്നു. അപ്പൊ 1994 വിവാഹം കഴിഞ്ഞു. 4 മാസം ഞങ്ങൾ 2 താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും 2 നിൽക്കുന്നതിൽ കാര്യമല്ല, അതുകൊണ്ട് ഇനി പോരാൻ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഫ്രീ വിസ എടുത്തു. ഞാൻ മസ്കറ്റിൽ വന്നു. എനിക്ക് ടെക്നിക്കലായിട്ട് ഒരു ജോലിയും അറിയത്തില്ല. പിന്നെ BEd എടുക്കാത്തതുകൊണ്ട് അവിടെ സ്കൂളിലും കയറാൻ പറ്റത്തില്ല. 7 മാസം എനിക്ക് ജോലി കിട്ടാതെ ഇരുന്നു. 7 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിൽ തോന്നി, അങ്ങനെ ഭാര്യയുടെ ചെലവിൽ ഇങ്ങനെ കഴിയുന്ന ഒരു ശരിയായ കാര്യമല്ല എന്ന് എന്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ തന്നെ ജോലി അന്വേഷിച്ച് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഞാൻ ജോലി കണ്ടെത്തി. 4 മാസം അവിടെ ജോലി ചെയ്തു. കാരണം അവർ കൃത്യമായി പറഞ്ഞ സാലറി തരത്തില്ല. അതും ഒരു ദൈവകൃപയായിരുന്നു. അവർക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചു. എന്നിട്ട് 1-2 കമ്പനികളിൽ കയറി ഞാൻ ഇച്ചിരി ജോലി എക്സ്പീരിയൻസ് നേടിയിട്ട് പിന്നെ സുഹൈൽ ഭവാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു വലിയ പ്രൈവറ്റ് കമ്പനി കയറി. ഈ റിട്ടയർഡ് ആകുന്നത് വരെ 2020 ഫെബ്രുവരി വരെ ജോലി ഉണ്ടെന്നു. ആ റിട്ടയർഡ് ആകുന്ന 21 വർഷക്കാലം ആ കമ്പനി തന്നെ ജോലിയായിരുന്നു. അവരെനിക്ക് അക്കോമഡേഷനും നല്ല സാലറിയും ബാക്കി ഫെസിലിറ്റീസ് എല്ലാം തന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. മൂത്ത മകളെ പഠിപ്പിച്ചു. BDS ഡോക്ടറാണ് അവൾ. ദൈവം അനുവദിച്ചാൽ ഡിസംബർ മാസം 9-ാം തീയതി 2 പേരും കൂടെ കാനഡയ്ക്ക് പോകാൻ വേണ്ടി കാര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. 2ാമത്തെ മകൾ പ്രൈസി, അവൾ അടൂര് ഒരു കാത്തലിക് കോളേജിൽ പഠിപ്പിക്കുന്നു.
മൂന്നാമത്തെ കുഞ്ഞ് ചങ്ങനാശ്ശേരിയില് ക്രിസ്തുജ്യോതി കോളേജിൽ പഠിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. അങ്ങനെ ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം സുവിശേഷം പറയാമെന്നുള്ള ദാഹം എന്റെ ഹൃദയത്തിൽ ചൂടമൂലമായി. മസ്കറ്റിൽ ചെന്നിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെയും ആരെയൊക്കെ കാണുന്നു അവരോടെല്ലാം സുവിശേഷം പങ്കുവെക്കുക. അങ്ങനെ ഒരു ചെറിയ കൂട്ടായ്മ തുടങ്ങുവാൻ ദൈവം ഇടയാക്കി. ആ കൂട്ടായ്മ 1999 തുടങ്ങിയതാണ്. ഇന്നും ആ കൂട്ടായ്മ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് ആത്മീയ ജീവിതത്തിലൊക്കെ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടായി. അപ്പൊ സുവിശേഷം പറയുമ്പോൾ പലരും തെറ്റായാണ് സുവിശേഷം പറയുന്നത്. കാരണം യേശുവിന്റെ അടുക്കൽ വന്നാൽ മതി, സകല കാര്യങ്ങളും സാധിക്കും എന്ന് പറഞ്ഞ് ചിലരെ ദൈവത്തിന്റെ കൃപയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. കാരണം യേശുവിന്റെ അടുക്കൽ വന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടും എന്നുള്ളത് സത്യമാണെങ്കിലും യേശു ഈ ലോകത്തിൽ വന്നത് നമ്മുടെ ഭൗതിക ആവശ്യം നിവർത്തിച്ച് തരാനല്ല. അതിനായിരുന്നെങ്കിൽ സ്വർഗത്തിൽ നീ ഭൂമിയിൽ ഇറങ്ങുമെന്ന് സകല പങ്കപ്പാടുകൾ സഹിച്ച് മരിക്കേണ്ട ഒരാവശ്യവും കർത്താവിന് ഇല്ലായിരുന്നു. നോക്കി, ഈ ഭൂമിയിൽ ക്രിസ്ത്യാനികൾക്കുള്ളതിനേക്കാൾ എത്രയധികം പണം ഹിന്ദുക്കൾക്കും മറ്റു മതക്കാർക്കും ഉണ്ട്. അപ്പൊ ശരിക്കും ഈ ഭൗതിക അനുഗ്രഹം ദൈവാനുഗ്രഹത്തിന്റെ മാനദണ്ഡമാണെന്ന് നമ്മൾ അറിയാതെ പോലും തെറ്റിദ്ധരിക്കരുത്. ദൈവമക്കൾക്ക് ആവശ്യമുള്ള ഭൗതിക നന്മകൾ ദൈവം തരും. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവരോട് പറഞ്ഞു, അന്ന് ആവശ്യമുള്ള ബ്രെഡ് ആണ് ചോദിക്കാൻ പറഞ്ഞു, അല്ലേ? ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അത് പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം തരും, അല്ലേ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്ര കോടി ജനങ്ങൾ, ദൈവത്തെ അറിയാവുന്നവരും അറിയാത്തവരും, ദൈവത്തെ നിഷേധിക്കുന്നവരും, പിന്നെ എത്ര ജീവജാലങ്ങൾ, ഇവയ്ക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന ദൈവമാണ്, അല്ലേ? അപ്പൊ ദൈവത്തോട് ചോദിക്കാതെ പോലും തരും. പക്ഷെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് ക്രിസ്ത്യാനികളിൽ പലർക്കും മനസ്സിലായിട്ടില്ല, അല്ലേ? ക്രിസ്ത്യാനികൾ പലർക്കും മനസ്സിലായിട്ടില്ല. യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും. അപ്പൊ യേശു ലോകത്തിൽ വന്നത് ദൈവമക്കളായ മനുഷ്യർക്ക് നിത്യജീവൻ തരാനാണ്. ഈ കാര്യം പലരും മറന്നുപോയിട്ട് മതത്തിന്റെ പിന്നാലെ പോവുക. അപ്പൊ ക്രിസ്തീയ വിഭാഗത്തിൽ നോക്കിയാലും വളരെ കുറച്ച് ശതമാനം പേർ മാത്രമാണ് ദൈവമായിട്ട് ബന്ധമുള്ളത്. അതായത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിക്കോദിമോസ് എന്നൊരാളെ യേശുവിന്റെ അടുക്കൽ രാത്രി ചെന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്ത കാര്യം നീ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിച്ചാൽ മാത്രമേ ദൈവരാജ്യം കാണാൻ പറ്റൂ. വാസ്തവത്തിൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ഒരു മതവും സ്ഥാപിച്ചില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഒരു മതവും സ്ഥാപിച്ചില്ല. അന്ന് മതം മാത്രമല്ല, യേശു ഒരു മതത്തിലാണ് ജനിച്ചു വളർന്നത്, യഹൂദ മതത്തിലാണ്. അതിനകത്തെ അനാചാരങ്ങള് നഖശിഖാന്ത എതിർക്കുകയാണ് കർത്താവ് ചെയ്തത്. അപ്പൊ യേശു ഒരു മതവും സ്ഥാപിക്കാൻ വന്നില്ല. നോക്കി, മർക്കോസിന്റെ സുവിശേഷം 1:15 പറയാണ്, യേശുവിന്റെ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണ്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, അതുകൊണ്ട് നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കും. അപ്പോൾ ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു. ആ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉള്ളൂ, നിങ്ങൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. നോക്കെ, ഞാന് ഇപ്പോൾ 29 വർഷമായിട്ട് ഒമാനിലാണ്. 2 വർഷം വിസ പുതുക്കിയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ ഈ വരുന്ന 2025 ജനുവരിയിൽ എന്റെ വിസ തീരും. അത് പുതുക്കിയില്ലെങ്കിൽ ആ 2025 ജനുവരിയിൽ തന്നെ ഞാൻ തിരിച്ച് എങ്ങോട്ട് പോകും? ഇന്ത്യയിലേക്ക് പോകും. ഇന്ത്യയിൽ വരാൻ എനിക്ക് വിസ വേണ്ട. എന്താ കാരണം? ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ്. എനിക്ക് ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ട് പൗരത്വമുണ്ട്. അപ്പൊ ഇന്ത്യയിൽ എനിക്ക് പൗരത്വം ഉള്ളതുകൊണ്ട് ആരുടെ അനുവാദം കൂടാതെ എനിക്ക് ഇന്ത്യയിൽ വരാം, മരണം വരെ ഇന്ത്യയിൽ ജീവിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു കുഞ്ഞ് ഇന്ത്യയിൽ ജനിക്കുമ്പോൾ ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാണ്, എല്ലായിടത്തും ഹോസ്പിറ്റലിലൊക്കെ ബോർഡ് എഴുതിക്കും, ജനനം 14 ദിവസത്തിനകവും മരണം 21 ദിവസത്തിനകവും റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ പണ്ടൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് കൂടുതലും വീട്ടുകളിലാണ്. ഞങ്ങളുടെ വീട്ടിൽ 5 സഹോദരങ്ങളാണ്, ഞാൻ ഉൾപ്പെടെ. ഞങ്ങൾ 5 പേരും വീട്ടിലാണ് ജനിച്ചത്. വയറ്റാട്ടുകൾ വന്ന് പ്രസവം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് പിന്നെ പഞ്ചായത്തിൽ പോയി അറിയിക്കും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പോയി ആയിരിക്കും ഇങ്ങനെ കുഞ്ഞ് ജനിച്ചു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ജനിക്കുന്നുണ്ട്, ഹോസ്പിറ്റലുകാർ തന്നെ ആ റിപ്പോർട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുക്കും.
അപ്പൊ അങ്ങനെ നമ്മൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ പേര് ചേർക്കാൻ വിട്ടുപോയാൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് പാസ്പോർട്ട് എടുക്കേണ്ട സമയത്ത് വെരിഫിക്കേഷന് വരുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചതായിട്ട് ഒരു റെക്കോർഡും ഇല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഭൂമിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റോ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ നമ്മൾ അവിടുത്തെ ഒരു പൗരനായി തീരും. ഇതുപോലെ സ്വർഗത്തിൽ നിന്ന് ജനിച്ചാൽ മാത്രമേ സ്വർഗത്തിലെ പൗരനാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. അപ്പൊ നിക്കോദിമോസ് തിരിച്ചു ചോദിക്കുന്നു, ഞാൻ ഇത്രയും പ്രായമായൊരു മനുഷ്യന് ഇനി അമ്മയുടെ ഉദരത്തിൽ കടന്ന് ഇനി അങ്ങനെ ജനിക്കാൻ പറ്റുന്നത്? അപ്പൊ യേശു തിരിച്ചു ചോദിക്കുന്നു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്ക് ഈ കാര്യം അറിയത്തില്ലേ? ഒരു മനുഷ്യൻ വെള്ളത്തിനാലും ആത്മാവിനാലും ജനിക്കണം, അതാണ് വീണ്ടും ജനനം. വെള്ളത്തിനാലും ആത്മാവിനാലും എന്ന് പറഞ്ഞപ്പോൾ ആലങ്കാരികമായിട്ട് വെള്ളം തിരുവചനത്തെയാണ്, വേദപുസ്തകത്തിൽ പറഞ്ഞ വചനത്തെയാണ് ഉദ്ദേശിച്ചത്. വചനത്താലും പരിശുദ്ധാത്മാവിനാലും ജനിക്കണം എന്നാണ്. അതിന് ഉപോത്ബലകമായി 2 വാക്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. യാക്കോബിന്റെ ലേഖനം 1:18 പറയാണ്, അവൻ ദൈവത്തിന്റെ ഇഷ്ടഹേതുവായി നിങ്ങളെ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:23 പറയുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചു. അതായത് ഇവിടെ ഒരു പുരുഷന്റെ ബീജം ഒരു സ്ത്രീയുടെ അണ്ഡവുമായി ചേർന്ന് എംബ്രിയോ അല്ലെ ഭ്രൂണം ഉണ്ടായിട്ട് അതിൽ നിന്നൊരു ശിശു ഉണ്ടായി അത് കുഞ്ഞായിട്ട് പുറത്തു വരിക. ഇത് സെയിം പ്രോസസ് ആണ് വീണ്ടും ജനനത്തിൽ. അപ്പൊ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ അപ്പനും അമ്മയും ബന്ധപ്പെട്ടു. കുഞ്ഞിന് അതിൽ ഒരു കാര്യവുമില്ല. കുഞ്ഞ് പറഞ്ഞില്ല, ഞാൻ ഇന്ന അപ്പനും അമ്മയ്ക്കും മകനായിട്ട് ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഇന്ന കുടുംബത്തിൽ ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കുഞ്ഞ് പറഞ്ഞിട്ടില്ല. അപ്പനും അമ്മയും ഇഷ്ടപ്പെട്ടു, ബന്ധപ്പെട്ടപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. ഇതുപോലെ വീണ്ടും ജനിക്കുമ്പോഴും ജനിക്കുന്ന ആളിന് ഒരു സ്ഥാനവുമില്ല. ദൈവമാണ് ഒരാളെ വീണ്ടും ജനിപ്പിക്കുന്നത്. സെയിം പ്രോസസ്സാണ്. വചനവും പരിശുദ്ധാത്മാവും ഒന്നിച്ചൊരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യുമ്പോൾ അകത്തുണ്ടാകുന്ന അനുഭവമാണ് വീണ്ടും ജനനം. ഈ ദൈവവചനം പരിശുദ്ധാത്മാവ് അകത്ത് കേൾപ്പിക്കുമ്പോൾ മാനസാന്തരം ഉണ്ടാകും. ഞാൻ പാപിയാണെന്നൊരു ബോധം വരും. ആ വ്യക്തി യേശുവാണ് രക്ഷകൻ എന്നറിഞ്ഞിട്ട് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ആ വ്യക്തി രക്ഷിക്കപ്പെടും. ഇതാണ് സുവിശേഷം. അതായത് ഞാൻ ഹിന്ദു ആയിരുന്ന സ്ഥലത്ത് 9 പ്രാവശ്യം ശബരിമലയിൽ പോയി. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യം നോക്കി, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ മഹാരാഷ്ട്ര നിന്ന് വരെ മനുഷ്യൻ ചെരുപ്പിടാതെ നടന്ന് വ്രതമെടുത്തു വരികയാ. എന്തിനാണ്? മോക്ഷം പ്രാപിക്കാൻ. പക്ഷെ ഒരിക്കലും മോക്ഷം പ്രാപിക്കാൻ കഴിയത്തില്ല. മനുഷ്യന്റെ പ്രവൃത്തി ഒരിക്കലും മോക്ഷം പ്രാപിക്കാൻ പര്യാപ്തമല്ല. അതിനോടനുബന്ധിച്ച് വേദപുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ വായിക്കാം. 49-ാം സങ്കീർത്തനം അതിന്റെ 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം വന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കാനോ അവന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയത്തില്ല. മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധ്യമല്ല. അത് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചേ. സഹോദരൻ വെച്ചാൽ മനുഷ്യൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ എന്നേക്കുമായി വീണ്ടെടുക്കാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ഒരു നാളും സാധ്യമല്ല. മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധ്യമല്ല. യേശു കർത്താവ് തന്നെ സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ ചോദിച്ചു, അല്ല ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ പ്രാണനെ നഷ്ടമാക്കുന്നെങ്കിൽ അവൻ എന്ത് പ്രയോജനം? അല്ല, അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പിനായി അവൻ എന്തും മറുവില കൊടുക്കും. സത്യമാണ്. മനുഷ്യന്റെ പ്രാണൻ ദൈവത്തിന്റെ സന്നിധി നഷ്ടപ്പെട്ടു പോയി. മനുഷ്യൻ പാപം ചെയ്തത് നിമിത്തം നഷ്ടപ്പെട്ടു പോയി, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയി. അത് ദൈവത്തിന് തിരിച്ചെടുക്കണമെങ്കിൽ ദൈവത്തിന് വില മുടക്കണം. എന്റെ സ്വന്തമായ ഒരു വസ്തു എനിക്ക് നഷ്ടപ്പെട്ടു, അത് മറ്റൊരാളുടെ കൈവശമായി പോയെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാൻ ഞാൻ വീണ്ടും വില കൊടുക്കേണ്ട സാഹചര്യം ഉള്ളതുപോലെ ദൈവത്തിന് നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവത്തിന് വില കൊടുക്കണം. യേശു പറഞ്ഞു, ഒരു മനുഷ്യന്റെ പ്രാണന്റെ വില സർവ്വലോകത്തെക്കാളും വലുതാണ്. അപ്പൊ സർവ്വലോകവും തൂക്കി വിറ്റാലും ഒരു മനുഷ്യന്റെ പ്രാണന്റെ വിലയ്ക്ക് തുല്യമാകത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വില കൊടുക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, ഇവരെ ഞാൻ വീണ്ടെടുക്കും. അതിന് ദൈവം എന്തു മറുവില കൊടുത്തു? തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് പകരമായിട്ട് നൽകിയിട്ട് നമ്മളെ വീണ്ടെടുത്തു. അപ്പൊ നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില ദൈവപുത്രന്റെ ജീവനാണ്, ദൈവപുത്രന്റെ രക്തമാണ്.
യേശുക്രിസ്തു കടന്നുപോയ കഷ്ടങ്ങൾ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി കഷ്ടം അനുഭവിക്കേണ്ട, ചെരുപ്പിടാതെ കഷ്ടപ്പെട്ട ശരീരത്തെ ദണ്ഡിപ്പിച്ച് മോക്ഷം പ്രാപിക്കാൻ ഒന്നും ചെയ്യണ്ട. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയ മുഴുവൻ പ്രവൃത്തിയും യേശുക്രിസ്തു ചെയ്ത് അത് തികച്ചിരിക്കുന്നു. ആ യേശു തികച്ച പ്രവൃത്തി നാം വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, നാം രക്ഷിക്കപ്പെടും. അതാണ് സുവിശേഷം. അതായത് നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, യേശുക്രിസ്തു സകലവും ചെയ്തിട്ട് വിശ്വാസം കൊണ്ട് ഏറ്റെടുക്കാൻ മാത്രം നമ്മളോട് പറഞ്ഞിരിക്കുക. അതാണ് സുവിശേഷം. നമ്മൾ ഒന്നും ചെയ്യണ്ട, ചെയ്യാതെ വിശ്വസിച്ചാൽ സൗജന്യമായി ലഭിക്കുന്ന മോക്ഷം, നിത്യജീവൻ, അത് കർത്താവ് തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായി ഉണ്ടാകാനുമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളിൽ പലർക്കും, അതായത് പ്രത്യേകിച്ച് പെന്തക്കോസ്ത് അനുഭവത്തിൽ ഉള്ളവരിൽ പോലും നല്ലൊരു ശതമാനം ആൾക്കാർ വീണ്ടും ജനിച്ചവരല്ല. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയൊരു പരാജയമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയാം, ഈ പെന്തക്കോസ്ത് അനുഭവം ആരംഭത്തിൽ തുടങ്ങിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ പരിശുദ്ധ പെന്തക്കോസ്തിന്റെ അനുഭവം 50-ാം ദിവസം എന്ന് മാത്രമേ ഉള്ളൂ ആ വാക്കിന്റെ അർത്ഥം. ആ 50-ാം ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ശിഷ്യന്മാരുടെ മേൽ വന്ന അനുഭവമാണ്. അതുകൊണ്ട് ആ അനുഭവം ഉള്ളവർ എല്ലാം പെന്തക്കോസ്തുകാരെന്ന് വിളിച്ചു. അതിൽ ആരംഭ നാളിൽ വന്നവരെല്ലാം ശരിക്കും അനുഭവസ്ഥരായിരുന്നു. പക്ഷേ പിന്നീട് വന്നവർ അനുഭവം ഇല്ലാത്തവരായി പോയി. അതായത് മക്കളും മക്കളുടെ മക്കളും തലമുറകൾ വന്നപ്പോൾ അവർ കൊട്ടും പാട്ടും പ്രാർത്ഥനയും ഒക്കെയായിട്ട് പോയി, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ യാന്ത്രികമായിട്ട് ചെയ്തു. പക്ഷെ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വ്യക്തിപരമായിട്ട് വരുവാൻ പലർക്കും കഴിയില്ല. അതുകൊണ്ട് 3-4 തലമുറകളിൽ ഏറ്റവും ആൾക്കാർ രക്ഷിക്കപ്പെട്ടവരല്ല, വീണ്ടും ജനിച്ചവരല്ല. ക്രിസ്തീയ ഗോളത്തിലെ എല്ലാ അധപ്പതനത്തിനെയും കാരണം ഇതാണ് എന്നുള്ളത് സത്യമായിട്ട് മനസ്സിലാക്കണം, ഇല്ലേ? അപ്പൊ ഞാൻ ഈ ക്രിസ്തീയ മാർഗത്തിൽ ഞാൻ യേശുവിനെ കർത്താവും ദൈവമായിട്ട് അംഗീകരിച്ചപ്പോൾ ഞാൻ ഹൃദയത്തിൽ തീരുമാനിച്ചു, എനിക്ക് യാതൊരു മതത്തിന്റെ കാര്യം പറയണ്ട. ഞാൻ മരണം വരെ ഒരു മതത്തെയും അംഗീകരിക്കുന്നില്ല, എനിക്ക് വേണ്ട. എന്നുവെച്ചാൽ ഞാൻ ഹിന്ദു ചുറ്റുപാട് ജനിച്ചുകൊണ്ട് എന്റെ സർട്ടിഫിക്കറ്റ് ഹിന്ദു എന്നാ കിടക്കുന്നത്. അത് മരിക്കുമ്പോഴും അങ്ങനെ തന്നെ കിടക്കട്ടെ, അതങ്ങനെ കിടന്നോട്ടെ, യാതൊരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ മരണം വരെയും ഹിന്ദു എന്ന് കിടന്നോട്ടെ. പേര് മാറ്റുകയോ മതം മാറ്റുകയോ ഒന്നും ഒരാവശ്യമില്ലാത്തവരെ കർത്താവ് പറഞ്ഞത് ഹൃദയം, മനസ്സ് മാറ്റാൻ, അല്ലേ? ദൈവരാജ്യം സംബന്ധിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. മനസ്സ് തിരിച്ചാൽ മാത്രം മതി. യേശുവാണ് രക്ഷിക്കാൻ വന്നത്, യേശു മാത്രമാണ് വഴിയും സത്യവും ജീവനും യേശു ക്രിസ്തുവാണെന്ന് യേശു പറഞ്ഞു. യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ആരും നിത്യജീവൻ പ്രാപിക്കത്തില്ല എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഞാൻ യേശുവിനെ അംഗീകരിച്ചപ്പോ തൊട്ട് തീരുമാനിച്ചാണ് ഒരു മത ചുറ്റുപാട് ഞാൻ പോകുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ പിന്നെ എവിടെയാ പോകുന്നത് എന്ന് ആർക്കെങ്കിലും ചോദിച്ചാൽ, ഞാനൊരു പെന്തക്കോസ്റ്റ് ചർച്ചിലാണ് ഇപ്പോൾ പോകുന്നത്. IPC ചർച്ചിലാണ് ഞാൻ പോകുന്നത്. അത് പോകുന്നത് IPC ചർച്ചോ അല്ലെങ്കിൽ മറ്റു പെന്തക്കോസ്റ്റ് ചർച്ചുകളോ മുഴുവനും നല്ല നിലയിൽ പോകുന്നുണ്ടോ, ഇതിനകത്ത് ജനങ്ങളെല്ലാം ദൈവത്തിന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടോ അല്ല. പിന്നെ പരമാവധി വേദപുസ്തകത്തോട് നീതി പുലർത്തുന്ന ഒരു ഉപദേശ സംഹിത പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ മരിക്കുന്നത് വരെ ആ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഉപദേശം കൊണ്ടുവന്നാൽ ഞാൻ അതിലേക്ക് വരാം. പക്ഷെ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വേദപുസ്തകവുമായിട്ട് ഏറ്റവും അടുത്ത് പോകുന്ന ഒരു ഉപദേശം പെന്തക്കോസ്തുകാരുടെ ഉപദേശമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഉപദേശത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്, അല്ലേ? ഈ റോമാലേഖനത്തിൽ 6:17 ഒരു വാക്യം പറഞ്ഞുകൊണ്ട് പാപികളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയാ, നിങ്ങളും ആ വകക്കാരായിരുന്നു. നമ്മളെക്കുറിച്ച് പറഞ്ഞേക്കാണ്, നിങ്ങളും ആ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി നീതിക്ക് ദാസന്മാരെ തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതെ, നമ്മളെല്ലാം ഒരിക്കൽ പാപികളായിരുന്നു. മനുഷ്യർക്ക് അറയ്ക്കുന്ന പാപം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ദൈവകൃപ നമ്മുടെ മേൽ ഉദിച്ചപ്പോൾ ആ പാപത്തെ ജയിച്ച് യേശുവിലൂടെ ദൈവകൃപ പ്രാപിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് അവിടെ പറയാണ്, ഒരു ഉപദേശ രൂപമുണ്ട്, എ ഫോം ഓഫ് ഡോക്ട്രിൻ ഉണ്ട്. ആ ഉപദേശം തെറ്റിയാൽ, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ എന്ത് ചെയ്യും, നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച പോലെ ആ ഉപദേശം നിലനിൽക്കണം. ഉപദേശത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നമ്മുടെ കൂട്ടുള്ള വിശ്വാസികളോ നമ്മളെ നടത്തുന്ന ദൈവദാസന്മാരോ തെറ്റിപ്പോയാൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത്, ഞാൻ പെന്തക്കോസ്തിൽ വരാനുള്ള ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്
നെല്ലിക്കല എന്നൊരു സ്ഥലമുണ്ട്, കോഴഞ്ചേരിക്ക് അടുത്താണ്. അവിടുത്തെ ഒരു പെൺകുട്ടി എന്റെ ക്ലാസ്സിൽ പഠിക്കും, കൊച്ചു ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, 16-17 വയസ്സ് കാണും. ആ കുഞ്ഞ് ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ അമ്മ പറഞ്ഞു സാറിന്റെ സാക്ഷ്യം പറഞ്ഞ് ഞങ്ങളുടെ പള്ളിയിൽ ഒന്ന് വരണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, ഒരു പെൺകുഞ്ഞെ വിളിക്കാൻ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരത്തില്ല. പിന്നെ അത് പലരാശം വന്ന് വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം വരാൻ. അന്ന് എനിക്ക് അവസരം കിട്ടി, ശനിയാഴ്ച പോയത്. അപ്പൊ അതിനെ വീട്ടിൽ കൊണ്ടുപോയി ഈ അമ്മച്ചി എന്നോട് പറയുവാണ്, സാറേ ഞങ്ങൾ മർത്തമ്മ കുടുംബത്തിൽ നിന്ന് 4 പെൺകുഞ്ഞുങ്ങളുമായിട്ട് വിശ്വാസത്തിൽ വരാൻ ദൈവശബ്ദം കേട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ബന്ധുക്കളെല്ലാം പറഞ്ഞു 4 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് തെണ്ടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ആ ചിന്നമാമ എന്നാണ് പേര്, അവരുടെ ഹസ്ബൻഡ് പത്തനംതിട്ട ജോൺസൺ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലെ ഫോട്ടോ വാഷ് ചെയ്യുന്ന ഒരു വർക്കറാണ്. അപ്പൊ അവിടുന്ന് കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ടാണ് ആ കുടുംബം ജീവിക്കുന്നത്. അപ്പൊ 4ാമത്തെ കുഞ്ഞിനെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി കുഞ്ഞുങ്ങളൊക്കെ ഒരാൾ ജോലിയായി, ഒരാൾ വാങ്ങാൻ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ അമ്മാമ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ഈ മർത്തോമ കുടുംബത്തിൽ ദൈവം പറഞ്ഞിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഇറങ്ങിയത്. അതുകൊണ്ട് ആര് പറഞ്ഞത് എനിക്ക് വിഷയമില്ല, എന്നോട് സംസാരിച്ച ദൈവമാണെന്നറിയാം, ഈ ദൈവനെ പോറ്റുമെന്ന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, സാറ് ജാതി ചുറ്റുപാട് വിശ്വാസം വന്നില്ലേ, ഇനിയും മറ്റൊരു മതത്തിലേക്ക് എന്നുവെച്ചാൽ മർത്തോമയോ മറ്റേതെങ്കിലും ഒരു ചർച്ചിലേക്ക് പോയി നശിക്കാതെ ഉപദേശ സത്യം ഇതാണ് പെന്തക്കോസ്തിന്റെ ഉപദേശം, അതിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ അവരെന്നെ പല പ്രാവശ്യം കൊണ്ടുപോയും പ്രാർത്ഥിക്കും, അന്യഭാഷ പറയുമ്പോഴൊക്കെ എനിക്കിത് എന്താണെന്നൊക്കെ ഒരു സംശയം തോന്നും. അങ്ങനെ അവരെന്നെ വളരെ സ്നേഹിച്ച് കരുതി എന്നെ വിശ്വാസം കൊണ്ട് വളരെ ഉത്സാഹിപ്പിച്ചു. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ അമ്മാമ്മയ്ക്ക് ഒരു കത്തെഴുതി. ഞാൻ വിശ്വാസത്തിൽ വന്നതിന്റെ ആരംഭ സമയങ്ങളിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ, എന്റെ വീട് പൂജാമുറിയായിരുന്നു, എന്റെ റൂം പൂജാമുറിയായിരുന്നു. എല്ലാ ദേവന്മാരുടെയും ഫോട്ടോ കൊണ്ടുവച്ച് വിളക്ക് കത്തിക്കുന്ന റൂമായിരുന്നു. അവിടെ ഞാൻ ഒഴിച്ച് അല്ലെ എന്റെ അമ്മ ഒഴിച്ച് വേറെ ആര് കിടന്നാലും അന്ന് രാത്രി അലറും. എന്ന് വെച്ചാൽ ഒരു പൈശാചിബാധ അവിടെ ഉണ്ട് എന്റെ റൂമിൽ. കാരണം ഞാൻ ഈ ദേവന്മാരെ എല്ലാം സേവിക്കല്ലേ, അതിന്റെ ശക്തി അവിടെ. അപ്പൊ ഒരു ദിവസം എന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു അളിയനുണ്ട്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണ്, ദൈവം എന്ന് വിശ്വസിക്കാണ്. ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് ആ റൂമിലാണ് കിടന്നത്. അന്ന് രാത്രിയിൽ ഉറക്കം നിലവിളിച്ച് പറഞ്ഞു, എന്റെ നെഞ്ചത്താരാണ്ട് കയറുന്ന കൊങ്ങായിക്ക് ഞെക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇറങ്ങി വേറൊരു മുറി വന്ന് കിടന്നു. അപ്പൊ അങ്ങനെ ഒരു റൂമാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്നും വൈകിട്ട് പറപ്പിളഞ്ഞ് വന്നിട്ട് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പായിടും. അങ്ങനെയേ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ചിന്നമാമയ്ക്ക് ഒരു കത്തെഴുതി, എനിക്ക് ഒരു ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉടനെ കണ്ണടഞ്ഞങ്ങ് പോവുകയാണ്, അമ്മമ്മ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഒരു ദിവസം രാത്രി ഒരു 12:35 രാത്രി, അന്ന് ഞാൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഈ അമ്മമ്മ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. വേദോസ് അനുസരിച്ച് ഒരു സ്ത്രീ പുരുഷന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, എന്നാൽ അതൊക്കെ പിന്നെയാണ് പഠിച്ചത്. പക്ഷെ ഞാൻ സ്വപ്നം കാണുകയാണ്, ഈ അമ്മമ്മ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മേൽ നിന്നൊരു ശക്തി ഇറങ്ങി കാലെ കൂടെ പുറത്തു പോകുന്നു, എന്നെ വേദനപ്പെടുത്തിക്കൊണ്ട് അത് പുറത്തിറങ്ങി പോവാം. ഞാൻ ഞെട്ടി ഉണർന്നു. അപ്പൊ എന്റെ വീട്ടിൽ കറണ്ടില്ല, മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് ഞാനൊരു ടൈം പീസ് ഉണ്ട്, അത് നോക്കിയപ്പോൾ 12:35. നേരം ഒന്ന് വെളുത്ത് കിട്ടാൻ നോക്കില്ല. നേരം വെളുത്തുടനെ 6 മണിയായപ്പോ കുളിച്ചൊരുങ്ങി ഞാൻ ഈ അമ്മാമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ രാത്രിയിൽ കണ്ട ഏത് ഡ്രസ്സോടെയാണ് അതോ ഡ്രസ്സോടെ അമ്മാമ്മ നിൽക്കുക അവിടെ. ഞാൻ പറയാം, അമ്മാമ്മ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. സാറിന്റെ കത്ത് ഇന്നലെ രാവിലെ കിട്ടി, രാത്രി 12 കഴിഞ്ഞ് ഞാൻ ജാതീയ ശക്തിയെ ശാസിച്ച് പ്രാർത്ഥിച്ചു, അപ്പോഴുണ്ടായ അനുഭവമാണ് അത്. എനിക്കൊരു വലിയ അനുഭവം വെച്ചാൽ 10 കിലോമീറ്റർ ദൂരെ ഇരുന്ന് ചിന്നമാമ എന്റെ മേലുള്ള ഭൂതത്തെ ശാസിച്ചു. വെച്ചാൽ ഞാൻ 26 വർഷം ജാതീയ ദൈവങ്ങളെ സേവിച്ചതാ, അതിന്റെ ശക്തി എന്റെ മേലുണ്ട്. ഇപ്പോൾ നമ്മൾ യേശുവിനെ സേവിച്ചുമ്പോൾ യേശുവിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഉള്ളതുപോലെ ജാതീയ ദൈവങ്ങളെ സേവിക്കുമ്പോൾ അതിന്റെ ഒരു സ്വാധീനം നമ്മുടെ മേലുണ്ടാകും. അതിൽ നിന്ന് പലർക്കും വിടുതൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ചിലരുടെ ഒക്കെ ക്രിസ്ത്യൻ ശരിയാകാത്തത്. അപ്പൊ ഈ അമ്മാമ്മ അവിടെ വെച്ച് ശാസിച്ചപ്പോൾ എന്റെ മേൽ ആ ഭൂതം അങ്ങ് ഇറങ്ങിപ്പോയി. അതോടെ ഞാൻ റിലീസായി. പിന്നെ എന്റെ ക്രിസ്ത്യ ജീവിതം വലിയ സന്തോഷമായി. അങ്ങനെ ഇവര് പറഞ്ഞതിൽ ചില കാര്യമുണ്ടല്ലോ എന്നൊരു അനുഭവത്തിന് വേണ്ടിയാണ് ദൈവം തന്നത്. അപ്പൊ അമ്മാമ്മ പറഞ്ഞു, പെന്തക്കോസ്ത് അനുഭവമാണ് ശരി. അങ്ങനെ ഞാൻ പത്തനംതിട്ട, എനിക്ക് പെന്തക്കോസ്തുകാരെ വെറുപ്പായിരുന്നേ, ഈ ബഹളം വെക്കുന്ന കൂട്ടണം. അങ്ങനെ എന്നോട് ഞാൻ പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷന്റെ അവിടെ ഒരു വീട്ടിൽ ഒരു ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്, സാർ ഒന്ന് പോയി നോക്കിയായിരുന്നു. അപ്പൊ ഞാനത് തേടിപ്പിടിച്ച് അവിടെ ചെന്നപ്പോൾ 12 മണി കഴിഞ്ഞു, അവിടുത്തെ ക്ലാസ് ഏകദേശം കഴിയാറായി. 6 പേരെ അവിടെ ഉണ്ട്. അവിടെ ഒരു പാസ്റ്റർ, എന്നെക്കാൾ 2 വയസ്സും കൂടെ മൂത്ത ഒരു പാസ്റ്റർ, വളരെ ശാന്തമായിട്ടിരുന്ന് ദൈവം പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത്, അയ്യോ ബഹളം വെപ്പൊന്നുമില്ല, നല്ലതാണല്ലോ. അപ്പൊ എനിക്ക് ആ ക്ലാസ് അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സ്ഥിരം ആ ക്ലാസ്സിന് പോയപ്പോൾ വളരെ നന്നായി ദൈവം പഠിപ്പിക്കുന്ന ദൈവഭക്തൻ, ഇന്നും അദ്ദേഹം ജീവിക്കുന്നു, കെ സാംകുട്ടി എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ്. നല്ല ദൈവദാസനാണ്, മാതൃകയുള്ള ജീവിതം. ഇന്നും എനിക്ക്
ഏറ്റവും മാതൃയുള്ള ദൈവദാസനാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഒരു തമാശ പറഞ്ഞ് ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഓർമ്മ, എന്റെ പാസ്റ്റർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ തമാശ പറയത്തില്ലായിരുന്നു. അപ്പൊ അത്ര മാതൃയുള്ള ദൈവദാസനാണ്. ആറന്മുള നാൽക്കാലിക്ക് എന്ന സ്ഥലത്താണ് KS സാംകുട്ടി എന്ന ദൈവദാസൻ. അപ്പൊ അദ്ദേഹം എന്നെ ഒത്തിരി ഗൈഡ് ചെയ്തു ഇക്കാര്യത്തിലുണ്ട്. അങ്ങനെ വിവാഹം കഴിഞ്ഞു. പെട്ടെന്ന് 4 വർഷം കഴിഞ്ഞ് ഞാൻ മസ്കറ്റ് വന്നു. ഇങ്ങനെ ഇവിടെ ചർച്ച തുടങ്ങി. ഒത്തിരി പേര് ടാക്സിയിൽ, അന്ന് എനിക്ക് വണ്ടിയില്ല, ടാക്സിയിലാണ്. ടാക്സിയിൽ വന്നപ്പോ എല്ലാവരും പരിചയപ്പെട്ട് സുവിശേഷം പറഞ്ഞ് ക്ഷണിച്ച് ഒത്തിരി പേര് ദൈവത്തിലേക്ക് കൊണ്ട് കർത്താവിനെ സഹായിച്ചു. ഞാൻ മസ്കറ്റ് വന്ന് ഒരു വീട്ടിൽ ഷെയറിങ്ങിനാണ്. എന്റെ കൂടെ TPM ഒരു വിശ്വാസി കുടുംബമാണ്. അവര് ഞങ്ങളെ മക്കളെ പോലെ കരുതുകയാണ്. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളാണ്. എനിക്ക് 32 വയസ്സേ ഉള്ളൂ, വൈഫിന് 29 വയസ്സേ ഉള്ളൂ. അവർക്ക് ഒരു 45 വയസ്സൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവർ ഞങ്ങളെ കൈപിടിച്ചാൽ റോഡ് ക്രോസ് ചെയ്യും. അപ്പൊ അത്ര മക്കളെ പോലെ കരുതുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഷെയറിങ് അക്കോമഡേഷൻ. ഞങ്ങൾ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സന്ധ്യാസമയം ഞങ്ങൾ 4 പേരും കൂടെ സംസാരിക്കാൻ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറയാ, വേഗം പോയി പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 3 പേരും കൂടെ സംസാരിക്കുക, ഞാൻ ഒരു സമയം പ്രാർത്ഥിച്ചു വരട്ടെ. അകത്ത് കയറി പ്രാർത്ഥിക്കാൻ മുഴങ്കാലം കൊണ്ട് മടക്കുകയും ദൈവം എന്നോട് പറയാ, എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. അയ്യോ, അതെനിക്കൊരു ഷോക്കായി. ഞങ്ങളെ സ്നേഹിച്ചാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ റൂം എടുത്തത്, എന്നിട്ട് ഞങ്ങൾ അവരെ വിട്ടുപോദിച്ചാൽ അന്യായമല്ലേ? അയ്യോ, അത് ശരിയാണോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറിയില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഹൃദയം തരുന്ന പോലെ സ്നേഹിക്കുന്ന ആൾക്കാർ ഞങ്ങളുമായിട്ട് പിണങ്ങാനുള്ള ചെറിയ വിഷയം. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ സുജ പറഞ്ഞു, എനിക്ക് ഇവിടെ താമസിക്കാൻ പ്രയാസം ഇവരുടെ കൂടെ, അതുകൊണ്ട് ഞാൻ എന്റെ ഹോസ്റ്റലിലേക്ക് വരണം. അവരുടെ യൂണിവേഴ്സിറ്റി തന്നെ, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ്, മെഡിക്കൽ കോളേജാ, അവിടെ ഹോസ്റ്റലുണ്ട്. അവിടേക്ക് അങ്ങ് പുള്ളിപ്പോയി. ഞാൻ മാത്രം ഈ കുരുകിൽ കൂട്ടിലിരിക്കുന്ന പോലെ റൂമിനകത്തിരിക്കും. ഇവര് പുറത്തില്ലാത്തപ്പോൾ ഞാൻ പുറത്തിറങ്ങും. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ, ചെറിയ വിഷയങ്ങളാണ്, വളരെ ചെറിയ വിഷയം. അതൊന്നും പറഞ്ഞ് സമയം കളയാത്തതുകൊണ്ട് ഞാൻ പറയാം. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇങ്ങനെ പിണങ്ങി ഇറങ്ങും എന്ന് അറിയാവുന്നതുകൊണ്ട് ആ ദൈവം പറഞ്ഞ് എത്രയും വേഗം ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. അപ്പം അത് ഇറങ്ങില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അൽഖോദ് എന്നൊരു സ്ഥലത്ത് പോയി ഒരു 3 വർഷം താമസിച്ചു. ആ 3 വർഷം താമസിച്ചവരെയും ഞാൻ ഓരോ കമ്പനികളിൽ കുറച്ച് നാളത്താണ് ജോലി ചെയ്തത്. അപ്പോൾ ഒരു ദിവസം എനിക്ക് ജോലി പോയി. 1 മാസം ജോലി ഇല്ലാതെ നിന്ന്. അപ്പോൾ വൈഫ് ഡ്യൂട്ടിക്കും ബാക്കി സമയങ്ങൾ ഏറെ സമയം ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാം. ഒരു ദിവസം ദൈവം പറയാം, അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് ഒരു ചില പ്രയാസം ഉണ്ടാകുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കണോ, അതോ ഞാനും ഒരു ബാച്ചലർ അക്കോമഡേഷൻ അങ്ങ് പോയാൽ മതിയോ? വൈഫ് എന്തായാലും ഹോസ്റ്റലിൽ പോയി, ഞാനും അങ്ങനെ പോയാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയാണ്, നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുക ദൈവഇഷ്ടമല്ല. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കൺഫ്യൂഷൻ. അവിടെ ഞങ്ങളൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്, വളരെ ശല്യമില്ലാത്തൊരു നല്ല ശാന്തമേറിയ. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇവിടുന്ന് പോകണം? ദൈവം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ദൈവം തന്നെയാണോ പറഞ്ഞത്, അതോ പിശാചുലും പറഞ്ഞാണോ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെ ഞാൻ ആ വീട് മാറിയില്ല. അത് എനിക്കൊരു അനുസരണക്കേടാണ്. പക്ഷെ പിറ്റേ ദിവസം ഇതിന്റെ കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കുറെ സമയം ആലോചനയ്ക്കിരുന്നു. ആലോചനയൊന്നും പറയുന്നപ്പോ ഞാൻ കമഴ്ന്ന് തറയിൽ കിടക്കുകയാണ്. അപ്പോൾ ദൈവം എന്നോട് പറയാണ്, നിങ്ങൾക്ക് 2 പേർക്കും ഫ്രീ അക്കോമഡേഷൻ കിട്ടും. അപ്പൊ ദൈവം നിങ്ങളോട് സംസാരിച്ചാൽ വ്യക്തമായി സംസാരിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനീ പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും ഫ്രീ അക്കോമഡേഷൻ കിട്ടും. അപ്പൊ എനിക്ക് ജോലിയില്ല, എനിക്ക് എങ്ങനെ അക്കോമഡേഷൻ കിട്ടും? പിന്നെ വൈഫിന്റെ ഹോസ്പിറ്റലിൽ ഒരു നിയമമാണ്, അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ചോണം, പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തം ചെലവിൽ താമസിച്ചോണം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്ക് ഫ്രീ അക്കോമഡേഷൻ കിട്ടും. 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു, 1 മാസത്തേക്ക് ഒരു ലീവ് വേക്കൻസി, ഒരാൾ അവധിക്ക് വന്നു, ആ സമയത്ത് വന്ന് ചെയ്യാമോ ജോലി? ഞാൻ പറഞ്ഞു വരാം. ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. അവർ പറഞ്ഞു 150 റിയാൽ, ഇവിടുത്തെ 150 റിയാൽ ശമ്പളം തരും, പിന്നെ ഓവർ ടൈം ഉണ്ട് തരും, അതുപോലെ തന്നെ ബാച്ചിലർ അക്കോമഡേഷനും തരും. അപ്പൊ ദൈവം പറഞ്ഞതിന് ഭാഗിക നിവൃത്തി, ബാച്ചിലർ അക്കോമഡേഷൻ തരും. അക്കോമഡേഷൻ വേണ്ട എങ്കിൽ അലവൻസ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞു അലവൻസ് തരാൻ പറഞ്ഞു. അപ്പം പകുതി നിവർത്തിച്ചു. രണ്ടാമത് 1.5 മാസം കഴിഞ്ഞപ്പോൾ, ഒരു ഓഗസ്റ്റ് മാസമാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒരു നിയമം വന്നു. അവിടുത്തെ ഹോസ്റ്റലിൽ മുഴുവനും വിദേശികളെ പുറത്താക്കിയിട്ട് അവിടെ ഒമാനി സ്റ്റുഡൻസിനെ താമസിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഫാമിലി ഇവിടെ ഉള്ളവർക്ക് അലവൻസ് തരും, പുറത്തുപോയി വീട് കണ്ടുപിടിച്ചോളാൻ. അപ്പൊ അങ്ങനെ അന്ന് മുതൽ എന്റെ വൈഫ് മരിക്കുന്നവരെ ഞങ്ങൾക്ക് ഇവിടുത്തെ 122 റിയാൽ HRA ആയിട്ട്, ഹൗസ് റെന്റ് അലവൻസ് മാത്രമായിട്ട് കിട്ടി. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നതിനും ആ യൂണിവേഴ്സിറ്റി നിയമം മാറ്റുന്നതിന് മുമ്പും ദൈവം പറഞ്ഞാണ്, നിങ്ങൾക്ക് 2 പേർക്ക് ഫ്രീ അക്കോമഡേഷൻ കിട്ടും. അത് ദൈവം അങ്ങനെ സംഭവിച്ചു. പക്ഷെ തലേദിവസം എന്നോട് സംസാരിച്ച ഒരു കാര്യം, ഈ വീട്ടിൽ താമസിക്കുക ദൈവഇഷ്ടമല്ലെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ വീട് മാറില്ല. അത് എന്റെ ആത്മജീവിതത്തിൽ വലിയ ഒരു അധപ്പതനത്തിന് കാരണമായി തീർന്നു. കാരണം ദൈവം പറഞ്ഞൊരു കാര്യം അനുസരിക്കാതിരുന്നാൽ വരുന്ന ശിക്ഷ വളരെയാണ്. പിന്നെ മണ്ടം പരീക്ഷ എഴുതിയിട്ട് പിന്നെ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വലിയ പ്രയാസമായി. എന്താ സംഭവിച്ചറിയാമോ? സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുമെന്നുള്ള വചനം പോലെ എന്റെ കൂടെ അപ്പോഴും താമസിക്കുന്ന വേറൊരു സഹോദരനാണ്. ഞങ്ങളുടെ സെയിം, ഞങ്ങൾ രണ്ടും ഒരേ ചർച്ചിലാണ് പോകുന്നത്.
ആ സഹോദരൻ വന്ന ഒരു എന്നോട് പറയാ, ബ്രദറെ എന്തുവാ സർവ്വസമയം പ്രാർത്ഥന എന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നത്, വാ BBC ഒന്ന് കാണ്. അപ്പൊ എന്റെ റൂമിൽ TV ഒന്നുമില്ല, ഞാൻ പ്രാർത്ഥന. അപ്പൊ ഞങ്ങളുടെ റൂമിൽ വാ, TV കാണ്, BBC കാണാൻ, ലോകത്ത് നടക്കുന്ന കാര്യം എന്താന്നൊക്കെ അറിയേ. എന്നാ പിന്നെ ന്യൂസ് അല്ലേ നിർത്തി ഇച്ചിരി കാണാനും പറഞ്ഞു പോയിരുന്നു. ന്യൂസ് കണ്ടു, അടുത്ത പ്രോഗ്രാം കണ്ടു, അങ്ങനെ ദിവസം പോയി, ഒത്തിരി പ്രോഗ്രാം കണ്ടു. എന്റെ പ്രാർത്ഥനാ സമയം പോയി, ദൈവം എന്നോട് സംസാരിക്കാതായി. എന്തൊരു പരാജയം. പിന്നെ ഒത്തിരി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, മടങ്ങി വരവനുണ്ട്. ഭാഗികമായിട്ട് മടങ്ങി വന്നു. ഇതുവരെ ഇപ്പോൾ 25 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ 100% ആ ആദ്യത്തെ അനുഭവത്തിലേക്ക് വരാൻ പറ്റില്ല. അതോർത്ത് ചങ്ക് കൊട്ടുന്ന വിഷമത്തില. കാരണം ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോൾ ദൈവനോട് സംസാരിക്കുക, വ്യക്തമായി. ഒരു ദിവസം ഞാൻ എന്റെ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് കാര്യത്തിൽ പറഞ്ഞില്ല, യുഗോസ്ലാവിയ വിൽ കം അണ്ടർ റഷ്യൻ സൂപ്രമസി. അതെന്തിനു പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഒരു ദിവസം പറയാം, പ്രിയങ്ക ഗാന്ധി വിൽ ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അത് എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, 100% എനിക്ക് ഉറപ്പാ. എപ്പോഴെങ്കിലും അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷം എപ്പോഴാണെങ്കിലും ആയിത്തീരും. അപ്പൊ ദൈവം ഇതുപോലെ വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിക്കാം. പക്ഷെ ഈ അനുഭവത്തിൽ ഒരു അനുസരണക്കേട് കാണിച്ച നിമിത്തം പിന്നെ എന്നോട് ദൈവം ഫ്രീക്വന്റ് ആയിട്ട് സംസാരിക്കാതായി. ഇതുവരെയും ആ ഫ്രീക്വൻസിലേക്ക് വരാൻ പറ്റില്ല. വല്ലപ്പോഴും ഒന്ന് ദൈവശബ്ദം കേൾക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും എല്ലാവരോടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടു പറഞ്ഞു, ഒരിക്കലും ദൈവം പറഞ്ഞൊരു കാര്യം നിസ്സാരമായി കണ്ട് അനുസരിക്കാതെ പോകരുത്, വലിയ വില മുടക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവകൃപയിൽ വന്നു. എന്നിട്ട് ഇപ്പോൾ എന്റെ ആഗ്രഹം മുഴുവനും പരമാവധി ജനത്തെ സത്യത്തിലേക്ക് നടത്തണം. ഹല്ലേലൂയ. ഇപ്പോൾ കേൾക്കുന്ന സുവിശേഷങ്ങൾ പലതും സത്യമായി സുവിശേഷമല്ല. ഈ ലോകത്തിലെ ഭൗതിക കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയാണ് കർത്താവിന്റെ അടുക്കൽ വരുന്നെന്ന് ജനത്തിനൊരു ധാരണ ഉണ്ടാകുന്ന തരത്തിലാണ് പലരും സുവിശേഷം പ്രസംഗിക്കുന്നത്. ദൈവത്തെ വിളിക്കാത്തവരും ഈ ഭൂമിയിലെ ഭൗമിക നന്മകളുണ്ട്, അല്ലേ? സൂര്യൻ ഉദിക്കുന്നത്, മഴ പെയ്യുന്നത് ദൈവത്തെ വിളിക്കുന്നവർക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ദൈവം കൊടുക്കുന്നു. ഭക്ഷണം എല്ലാവർക്കും ദൈവം കൊടുക്കും. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിവർത്തിച്ചു തരും. പക്ഷെ നമ്മൾ ദൈവത്തെ സേവിക്കുന്ന ഒരിക്കലും ഈ ഭൂമിയിലെ കാര്യസാധ്യത കൂടി ആകരുത്. നമുക്ക് വേണ്ടത് എന്താണെന്ന് ദൈവത്തിന് അറിയാം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന മുമ്പേ ദൈവത്തിന് അറിയാം. പക്ഷെ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവിങ്കൽ കാക്കും. അതുകൊണ്ട് ദൈവമക്കളായ എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ യേശുവിനെ സേവിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കാനാണ്. വ്യക്തികളെ നടത്തുന്നതും അത് പറഞ്ഞു മാത്രമാണ്. നമുക്ക് ഈ ഭൗതിക കാര്യം തരാൻ വേണ്ടിയാണ് യേശു വന്ന് ഈ ക്രൂശിൽ കഷ്ടപ്പാട് സഹിക്കേണ്ട ഒരാവശ്യവും ഇല്ല, അല്ലേ? നമ്മൾ നഖം വെട്ടുമ്പോൾ ഒരു ശകലം മുറിവുണ്ടായാൽ എന്തോ ഒരു വേദനയാണ് നമ്മൾ സഹിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു ഗെത്സമനിൽ അനുഭവിച്ച കഷ്ടം, അവന്റെ ഹല്ലേലൂയ ഹൃദയത്തിൽ നിന്നും രോമകൂപങ്ങളിലൂടെ രക്തം കലർന്ന വിയർപ്പ് പുറത്തേക്ക് വരുന്നത് എപ്പോഴാണോ? ഒരുത്തന്റെ ഹൃദയഭാരം പാപം നിമിത്തം താങ്ങാൻ പറ്റാത്തപ്പോൾ. നമ്മൾ ഒരു വ്യക്തിയെ കൊലപാതകം ചെയ്തു എന്നിരിക്കട്ടെ, അതാരും കണ്ടില്ല, ഒരു കേസും ഒരിക്കലും ഉണ്ടായില്ലെങ്കിലും നമ്മുടെ മനസാക്ഷി അതൊരു വലിയ കുത്തലായി നിൽക്കും. നാം ഒരു പാപം ചെയ്തല്ലോ, നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ ഒരിക്കലും കഴിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മുഴുവൻ മാനവരാശിയുടെയും പാപം യേശുവിന്റെ മേൽ ചുമത്തിയപ്പോൾ യേശു അനുഭവിച്ച പാപഭാരം എത്രയായിരുന്നു? ആ പാപഭാര നിമിത്തം യേശുവിന്റെ ഹൃദയം പൊട്ടി, അവന്റെ രോമകൂപങ്ങളിലൂടെ രക്തം കലർന്ന വിയർപ്പ് പുറത്തേക്ക്. ആ വേദന സഹിച്ചതിന് ശേഷമാണ് 39 ചാട്ടവാർ അടി ഏറ്റ പുറം ഉഴവുചാല് പോലെ കീറപ്പെട്ടത്. അതിനുശേഷമാണ് എടുക്കാൻ വയ്യാത്ത ഭാരമുള്ള മരക്കുരിശും ചുമന്നുകൊണ്ട് ഗോൽഗോഥാ വരെ നടന്നുപോയി അവിടെ ആണികളാൽ തറയ്ക്കപ്പെട്ട ക്രൂശിൽ മരിച്ചത്. അത് നമ്മൾ എത്ര പറഞ്ഞാലും നമുക്കതിന്റെ വേദനയുടെ തീവ്രത മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു മൊട്ടുസൂചി കയ്യിലെ കയറിയാൽ നമ്മുടെ വേദന അറിയാം. എന്നാൽ കൈത്തണ്ടയിൽ, ഈ പടത്തിൽ കാണുന്ന കൈവെള്ളയിലല്ല ആണി അടിച്ചത്, അവിടെ ആണെ കീറിപ്പോക്കളിൽ ആ ഭാരം താങ്ങുമ്പോൾ ആ കൈത്തണ്ടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഈ മണിബന്ധത്തിൽ ഒരു വലിയ ആണിയല്ല, സ്റ്റേക്ക് എന്നാണ് പറഞ്ഞത്. അത് അടിച്ചിറക്കിയപ്പോൾ ഉണ്ടായ വേദന എത്ര ഭയങ്കരമാ. എന്നിട്ട് ക്രൂശിൽ കടന്ന് മരിക്കുമ്പോഴും, പിതാവേ ഇവർ ചെയ്തത് ഇന്നതാണെന്ന് അറിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയാൻ ആ ക്ഷമ, ഇതെല്ലാം അനുഭവിച്ച് എന്തിനറിയാമോ? നമുക്കൊരിക്കലും നേടാൻ കഴിയാത്ത നിത്യജീവൻ നമുക്ക് തരാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ട്
മനുഷ്യർ ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ വിളിക്കാതെ, ആ കാര്യം പറഞ്ഞു ഒരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ നിത്യജീവന് വേണ്ടിയാണ് കർത്താവിനെ വിളിക്കേണ്ടതെന്ന് നിങ്ങൾ മറക്കരുത്. നോക്കി, എബ്രായ ലേഖനത്തിൽ ഒരു കാര്യം പറഞ്ഞത്, ഒരിക്കൽ മനുഷ്യൻ മരിക്കും, പിന്നെ അവന് ന്യായവിധിയും ദൈവം കൽപ്പിച്ചേക്കാം. ഇല്ല, ഞാൻ മരിക്കുന്നില്ലെന്ന് ഒരുത്തരും പറയാൻ പറ്റത്തില്ല, അല്ലേ? ഒരിക്കൽ മനുഷ്യൻ മരിക്കും, പിന്നെ അവനൊരു ന്യായവിധി. ഞാൻ സുവിശേഷം പറയുമ്പോൾ എപ്പോഴും ഓർമ്മിക്കും, മനുഷ്യന് അഭിമുഖീകരിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ്. ഒന്ന് മരണം. അതിനെ വരണ്ട എന്ന് മരണത്തോട് പറയാൻ പറ്റത്തില്ല, മരണത്തെ അഭിമുഖീകരിച്ചേ പറ്റത്തുള്ളൂ. മരണം കഴിഞ്ഞാൽ പിന്നെ അഭിമുഖീകരിക്കേണ്ട വലിയൊരു പ്രശ്നം ദൈവത്തിന്റെ ന്യായവിധിയാണ്, ജഡ്ജ്മെന്റ് ഓഫ് ഗോഡാണ്. അപ്പൊ ദൈവം സ്നേഹവാനായ ഒരു ദൈവമാണ്, അങ്ങനെ ന്യായം വിധിക്കുമോ എന്ന് ചിലര്, ക്രിസ്ത്യാനികൾ തന്നെ ചില ചോദിക്കാറുണ്ട്. ഒരു സിമ്പിൾ ലോജിക് ഉപയോഗിച്ചാൽ മതി. ഈ ഇപ്പം നമ്മൾ താമസിക്കുന്ന ഏത് രാജ്യത്താണോ അവിടുത്തെ നിയമം ലംഘിച്ചാൽ നിശ്ചയമായിട്ടും അവിടുത്തെ നിയമം അനുസരിച്ച് ശിക്ഷയുണ്ട്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ അതിനൊരു ശിക്ഷയുണ്ട്. മറ്റെന്തെങ്കിലും തെറ്റിച്ചാൽ IPC ഇന്നത് അനുസരിച്ച് ഓരോ ശിക്ഷ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നീതിമാനായ ഒരു ദൈവം മനുഷ്യൻ ചെയ്യുന്ന അനീതികൾക്ക് ശിക്ഷ നടത്താതിരിക്കുമോ? അതുകൊണ്ട് ഒരിക്കൽ മനുഷ്യൻ മരിക്കും, പിന്നെ ഒരു ന്യായവിധി ദൈവം സകല മനുഷ്യർക്കും വെച്ചേക്കുക. അതുകൊണ്ട് ന്യായവിധി നമ്മുടെ മേൽ വരല്. അതുകൊണ്ടാണ് ദൈവപുത്രൻ ആ ന്യായവിധി ശിക്ഷ അനുഭവിച്ച് മരിച്ചതെന്ന് മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18 മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, എന്താണ് ന്യായവിധി എന്ന്. ഒരിക്കൽ മനുഷ്യൻ മരിക്കും, പിന്നെ ഒരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധി എന്താണെന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19 തൊട്ട് പറയാണ്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ ഹൃദയം ദോഷമുള്ളതാകിയാൽ മനുഷ്യൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ന്യായവിധിയുടെ പ്രധാന കാരണം ഇപ്പോഴെന്താണോ, മനുഷ്യനെ രക്ഷിക്കാൻ യേശു ക്രിസ്തു വെളിച്ചമായിട്ട് ഈ ലോകത്തിൽ വന്നിട്ടും ആ വെളിച്ചമായി ദൈവപുത്രനെ സ്വീകരിച്ച് രക്ഷ പ്രാപിക്കാതെ ഇരുളിനെ സ്നേഹിച്ചതാണ് ന്യായവിധിയുടെ കാരണം. അതായത് മനുഷ്യന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ലാതിരുന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ പകരമായി നൽകിക്കൊണ്ട് നമ്മളെ രക്ഷിച്ചപ്പോൾ, എനിക്ക് ആ രക്ഷ വേണ്ടാന്ന് ഒരുത്തൻ പറഞ്ഞാൽ പിന്നെ അവന് കൊടുക്കാൻ ദൈവത്തിന്റെ കയ്യിലുള്ളത് ന്യായവിധി അല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് ആ വചനം പറഞ്ഞത്. അപ്പൊ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ ഹൃദയം ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെയാണ് ന്യായവിധിയുടെ കാരണം. അതുകൊണ്ട് മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷയുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ ശിക്ഷ ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയെ നിഷേധിച്ചതാണ് നമ്മുടെ മേൽ വരുന്ന ശിക്ഷാവിധിയുടെ പ്രധാന കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവമായിട്ട് അംഗീകരിച്ച് വീണ്ടും ജനിച്ച് ദൈവവചന പ്രകാരം ജീവിക്കാൻ നമ്മുടെ ജീവിതം സമർപ്പിക്കണം. അതായത് യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും ഹല്ലേലൂയ, അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? അവന്റെ ആത്മാവിനെ അല്ലെ പ്രാണനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ എന്ത് പ്രയോജനം? ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ ഈ ഒമാനിൽ ഇപ്പൊ താമസിക്കും. ഒമാൻ മൊത്തം എന്റെ പേരിൽ അങ്ങ് എഴുതി തന്നു എന്നിരിക്കട്ടെ. സപ്പോസ് നാളെ ഞാൻ മരിച്ചു പോയി, പക്ഷെ രജിസ്റ്റർ എന്റെ പേരിലാണെങ്കിലും എനിക്കതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? ഇതുപോലെ എന്നായാലും ഒരു ദിവസം നമ്മൾ മരിക്കും. അതായത് ദൈവത്തിന് കൊടുക്കാനുള്ള സമയം പോലും കളയാതെ നമ്മൾ പൈസ ഉണ്ടാക്കാൻ ഓടുകയാണ്. ആ പൈസ ഉണ്ടാക്കിയിട്ട് എപ്പോഴാണ് നമ്മൾ മരിച്ചു പോകുന്ന അറിയത്തില്ല. മരിച്ചു കഴിഞ്ഞത് ആരനുഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് മരണം വരെ ഈ ഭൂമി ജീവിക്കാനുള്ള നന്മ മതിയെന്ന് ഉള്ള ഒരു സമാധാനം ഹൃദയത്തിലുണ്ടാകും. എത്ര കിട്ടിയാലും പോരാ എന്നുള്ള ചിന്ത, അല്ലേ, മനുഷ്യന്റെ ഹൃദയത്തെ ഭരിക്കുക. അതുകൊണ്ട് അവർ ദൈവത്തെ വിട്ടിട്ട് എല്ലാ തെറ്റായ വഴികളും പണം സമ്പാദിക്കാൻ ശ്രമിക്കുക. ഞാൻ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ പലതും ഞാൻ കണ്ടിട്ടുള്ളത്, അപ്പനും അമ്മയും ശരിക്കും ഭക്ഷണം പോലും കഴിക്കാതെ വയറ് മുറുക്കി മുണ്ടുടുത്തിട്ട് അവർ കുഞ്ഞുങ്ങളെ കരുതി അവർക്ക് വേണ്ടി സമ്പാദിക്കുക. അവരുടെ ജീവിതകാലത്ത് വേണ്ടത്ര ഭക്ഷണം സമൃദ്ധിയായി കഴിക്കാതെയാണ് കുഞ്ഞുങ്ങളെ പോറ്റി. കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞ് സന്തോഷിക്കാൻ അപ്പനും അമ്മ ഇരിക്കുക. പക്ഷെ ഈ കുഞ്ഞുങ്ങളിൽ പലരും അപ്പനമ്മമാരെ വേണ്ട പോലെ കരുതാതെ അവരുടെ ദാരുണ അന്ത്യമായിരിക്കും പലർക്കും ഉണ്ടാകുന്നത്. ചിലർക്ക് നന്മയുണ്ടാകുമായിരിക്കും, എന്നാൽ പൊതുവെ. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മാറിപ്പോകരുത്. ദൈവത്തെ സേവിക്കാൻ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമായിരിക്കും. കർത്താവ് പറഞ്ഞു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിൻ. അത് സത്യമാണ്. നമ്മൾ ഒത്തിരി പണമുണ്ടാക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ, അല്ലേ? 1 തിമോത്തിയോസ് 6:10 ഒരു വാക്യം പറഞ്ഞു,
ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമാണ്. എല്ലാ ദോഷത്തിനും മൂല കാരണമാണ്. സത്യമല്ലേ? ഈ ഭക്ഷണ വസ്തുക്കളിൽ മായം ചേർക്കുന്നത് അവരെ ശിക്ഷിക്കാതെ വിടല്ലെന്നാ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ പോലും ഭക്ഷണത്തിൽ മായം ചേർത്താണ് ക്യാൻസറും മറ്റെല്ലാം വരുത്തി തീർക്കുന്നത്. ഇതിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി. വേറെ അന്യായങ്ങൾ മുഴുവൻ ഈ ലോകത്ത് ചെയ്യുന്നത് മുഴുവനും അതിന്റെ അടിസ്ഥാനം പൈസ ഉണ്ടാക്കാൻ. എന്തിനധികം ആത്മീയ ലോകത്തിൽ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ഗ്രൂപ്പിൽ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളെ കാരണം പൈസയ്ക്കും പദവിക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ഇതൊക്കെ നേടിയതിനു ശേഷം നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ നേടിയ പദവിയും പണവും എന്തിനായി തീരുമെന്ന് ഹൃദയംഗമായി ചിന്തിക്കണം. അതുകൊണ്ട് നാം വളരെ ആത്മാർത്ഥമായിട്ട് ഈ ദൈവത്തെ സേവിക്കാൻ നമ്മൾ തീരുമാനിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്നാണ്, അല്ലേ? തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. 1 തെസ്സലോനിക്കർ 5:23 പറയാണ്, കർത്താവ് വെളിപ്പെടുന്ന നാളിൽ നിങ്ങളുടെ ശരീരവും ദേഹിയും ആത്മാവും ഒരുപോലെ അനിന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ ദേഹിയും ആത്മാവും ഒരുപോലെ ദൈവസന്നിധിയിൽ അനിന്യമായി വെളിപ്പെടണം. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തണം, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവങ്ങളും സോക്കോൾഡ് ദൈവങ്ങളും ഒരിക്കലും വിശുദ്ധി ആഗ്രഹിക്കുന്ന, വിശുദ്ധി ചോദിക്കുന്നുമില്ല. കാരണം അവർ വിശുദ്ധരല്ല. അതുകൊണ്ട് മനുഷ്യന് വിശുദ്ധി ആവശ്യപ്പെടാനും പറ്റത്തില്ല. നോക്ക്, ഈ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 8-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്യം. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ. അവിടെ പറയാണ്, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശു ക്രിസ്തു ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. എന്നാൽ എല്ലാവരും ഈ അറിവില്ല. പ്രൈസ് ഗോഡ്. ഈ അറിവ് തന്ന ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയാം. നോക്കി, അവിടെ പറയാണ്, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും, ഇംഗ്ലീഷിൽ സോക്കോൾഡ് ഗോഡ്സ് എന്നാണ്, സ്മോൾ ജി ആണ്. അതായത് സോക്കോൾഡ് ഗോഡ്സ് ദൈവമല്ല, മനുഷ്യൻ ദൈവമായിട്ട് അവരെ തെറ്റിദ്ധരിച്ചിരിക്കാം. അപ്പം ആകാശ ഭൂമിയിലോ മനുഷ്യരെന്ന് ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവ് ഏകദൈവം നമുക്കുള്ളൂ, യേശു ക്രിസ്തു എന്ന കർത്താവ് നമുക്കുണ്ട്. അപ്പം ചിലപ്പോൾ ചോദിച്ചേക്കാം, പിതാവായ ദൈവമുണ്ട്, പിന്നെന്തിനാ ഒരു യേശു കർത്താവ്? നോക്ക്, പരിശുദ്ധനായ ദൈവം, ആത്മാവ് ദൈവത്തെയും പാപിയായ മനുഷ്യനെ തമ്മിൽ രമ്യതപ്പെടുത്തുവാൻ നമ്മുടെ മധ്യത്തിൽ വന്ന ദൈവപുത്രനാണ് യേശു ക്രിസ്തു. അതായത് പരിശുദ്ധനായ ദൈവത്തോട് നമുക്ക് ഡയറക്റ്റ് പ്രാർത്ഥിക്കാനോ ദൈവത്തെ സമീപിക്കാനോ ഒരിക്കലും കഴിയത്തില്ല. കാരണം ദൈവം പരിശുദ്ധനാണ്. കാരണം സ്വർഗം പോലും ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ നിർമ്മലമല്ലെന്ന് എഴുതിയിരിക്കുന്നത്. അതായത് സാത്താൻ സ്വർഗത്തിൽ കൂടെ കയറിപ്പോയതുകൊണ്ട് ആ സ്വർഗം പോലും ദൈവത്തിന്റെ കണ്ണിന് നോക്കുമ്പോൾ നിർമ്മലമല്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സ്ഥലത്ത് നിൽക്കാൻ ആർക്കഴിയും? യെശയ്യാവ് എന്നൊരു പ്രവാചകൻ 5-ാം അധ്യായം വരെ, യെശയ്യാ പ്രവചനത്തിന്റെ 5-ാം അധ്യായം വരെ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങളെ അറിയിച്ച് പ്രവചിച്ചു വന്നപ്പോൾ അവൻ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ വായിൽ നിന്ന് വന്ന വാക്ക്, അയ്യോ ഞാൻ നശിച്ചു എന്നാണ്. ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്നു, ഞാൻ അശുദ്ധിയുള്ള ഒരു മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഖെരൂബ് സ്വർഗത്തിലെ യാഗമെടുത്തുന്ന ഒരു കൊടലിൽ പിടിച്ചുകൊണ്ട് അവന്റെ അവന്റെ അധരങ്ങളെ തൊടുവിച്ചു. ഇതുകൊണ്ട് നിശുദ്ധനായി തീർന്നു പറഞ്ഞു. നോക്കേ, ദൈവത്തെ കാണുമ്പോൾ ശരിക്കും മനുഷ്യൻ ഉണ്ടാകുന്ന ഫീലിംഗ്, അയ്യോ ഞാൻ പാപിയാണ് എന്നൊരു ചിന്തയാണ്. അതാണ് ദൈവ സാന്നിധ്യം, അല്ലെ? ഒരിക്കൽ യേശു കർത്താവ് പത്രോസിന് നോക്കി പടക് നിറയെ മീൻ കൊടുത്തപ്പോൾ അവന്റെ പ്രതികരണം ശ്രദ്ധിച്ചോ? കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ടുപോകണമേ. അപ്പൊ ഇവൻ പരിശുദ്ധനായ സർവശക്തനായ ദൈവമാണെന്ന് ബോധ്യമാണ് പത്രോസിനുണ്ടായത്. എനിക്ക് ഇന്ന് മീൻ ഇത്രയും തന്നല്ലോ, നന്ദി, അടുത്ത ദിവസം തരണേന്നല്ല പറഞ്ഞത്. ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ വിട്ടുപോണേ, നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് പ്രാപ്തിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യനും ദൈവത്തോട് നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട്
പാപിയായ മനുഷ്യനെയും പരിശുദ്ധനായ ദൈവത്തെയും തമ്മിൽ രമ്യതപ്പെടുത്താനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ദൈവം പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ വിശുദ്ധീകരണത്തിന് എന്തൊക്കെ പ്രമാണം വെച്ചുവോ ആ പ്രമാണം മുഴുവൻ അക്ഷരികമായി അനുഷ്ഠിച്ച് നിവർത്തിച്ചിട്ട് ആ നീതി പ്രാപിച്ച് അത് നമുക്ക് സൗജന്യമായി തന്നു. അതാണ് സുവിശേഷം. അതായത് മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി പഴയ നിയമം ദൈവം കൊടുത്തു. പഴയ നിയമത്തിൽ ഒത്തിരി കൽപ്പനകൾ, എഴുതപ്പെട്ട 613 കൽപ്പനകൾ ഉണ്ട്. പിന്നെ അവര് പറയുന്ന വാക്കാൽ പറയുന്ന ഒത്തിരി കൽപ്പനകളുണ്ട്. അപ്പം ആ കൽപ്പനകൾ മുഴുവനും അനുസരിക്കണം. ദൈവം പറഞ്ഞ കൽപ്പനകൾ മുഴുവനും അനുസരിച്ചാൽ മാത്രമേ ന്യായപ്രമാണത്തുള്ള നീതി ദൈവം മനുഷ്യർക്ക് തരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്താൽ അതിലൂടെ നീതി ലഭിക്കും. പക്ഷെങ്കിൽ അതിലൂടെ നമുക്ക് നീതി ലഭിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ എഴുതുന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. എന്താ ന്യായപ്രമാണത്തിന്റെ ശാപം? ശാപത്തിന് വേണ്ടിയാണോ ന്യായപ്രമാണം തന്ന? അല്ല. ന്യായപ്രമാണം മുഴുവനും അനുസരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിന് നിലനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ശാപമായി തീരുമെന്നാണ്. അപ്പോൾ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് ആർക്കും തീർക്കാൻ കഴിയാത്തത് കൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ന്യായപ്രമാണം മുഴുവൻ വള്ളിപ്പുള്ളി തെറ്റാതെ അനുസരിച്ച് തീർത്തു. ഒരിക്കൽ സ്നാനപ്പെടുവാൻ യോഹന്നാന്റെ അടുക്കൽ ചെന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നിന്നാൽ സ്നാനപ്പെടുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അങ്ങനെ ന്യായപ്രമാണത്തിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി എന്തൊക്കെ അനുഷ്ഠിക്കണമോ അത് മുഴുവൻ വള്ളി പുള്ളി തെറ്റാതെ അനുസരിച്ച് ദൈവത്തിന്റെ നീതി പ്രാപിച്ചിട്ട് ആ നീതി നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതാണ് സുവിശേഷം. നമ്മളൊന്നും ചെയ്യണ്ട. യേശു കർത്താവ് സകലം ചെയ്തു. ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വീണ്ടെടുപ്പിനുള്ള സകല പ്രവൃത്തികളും കർത്താവ് നിവർത്തിച്ചു. അതുകൊണ്ട് കർത്താവ് തികച്ച പ്രവൃത്തിയിൽ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അതെന്തൊരു വലിയ സുവിശേഷമാണ്. ഇതാണ് ഗുഡ് ന്യൂസ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, സാൽവേഷന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട. കർത്താവ് മുഴുവനും ചെയ്തു. ആ ചെയ്ത പ്രവൃത്തി നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. എന്ത് ഈസിയാണ് അല്ലേ? ചെരുപ്പിടാതെ മല കയറണ്ട അല്ലേ? സ്വതന്ത്രം വ്രതം അനുഷ്ഠിക്കേണ്ട, ശരീരത്തെ ദണ്ഡിപ്പിക്കേണ്ട. ദൈവം ചെയ്ത പ്രവൃത്തി എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്താൽ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് രക്ഷ പ്രാപിക്കാനായിട്ട് എല്ലാ പേരും യേശുവിനെ കർത്താവും ദൈവമായിട്ട് അംഗീകരിക്കണം. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വീണ്ടും ജനന അനുഭവം ഉണ്ടാകുന്നത് ഇല്ലേ? വീണ്ടും ജനനം ഉണ്ടാകുന്ന സമയത്ത് മാനസാന്തരവും രക്ഷയും വീണ്ടും ജനം ഒന്നിച്ച് നടക്കുന്നതാണ്. ഒന്നിച്ച് നടക്കും. പിന്നെ അവർ സ്നാനപ്പെടണം. അതായത് പഴയ മനുഷ്യൻ, പാപസമ്മത പഴയ മനുഷ്യൻ മരിച്ചു, അവനെ അടക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിശ്വാസനം. വെള്ളത്തിൽ അടക്കി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവിനെയും വിശ്വാസത്താൽ ദൈവം തരികയാണ്. ശരിക്കും സ്നാനപ്പെടുമ്പോൾ അക്ഷരമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. പഴയ മനുഷ്യൻ, മുങ്ങിയ മനുഷ്യൻ തന്നെയാണ് പൊങ്ങി വരുന്നത്. പഴയ ഡ്രസ്സ് തന്നെയാണ് അപ്പോഴും വിട്ടേക്കുന്നത്. പക്ഷെ ആന്തരികമായി ദൈവം ചില കാര്യങ്ങൾ ചെയ്യാണ്. പഴയ മനുഷ്യൻ, പാപസന്ന മനുഷ്യൻ മരിച്ചു, അവനെ അടക്കി ഉയർത്തെഴുതുമ്പോൾ യേശു ക്രിസ്തു പിതാവിന്റെ മഹിമേൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനായിട്ട് ദൈവം നമുക്കൊരു പുതിയ ഹൃദയവും പുതിയ ആത്മാവിനെ തരുമെന്ന് പറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് വിശ്വാസ സ്നാനമേറ്റ് കർത്താവിനെ സേവിച്ച വചനമനുസരിച്ച് ജീവിക്കണം. അതായത് ഏതെങ്കിലും വിശ്വാസികളോ ദൈവദാസന്മാരോ തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാനിന്ന് തെറ്റിപ്പോയേക്കാണെന്ന് പറയരുത്. കാരണം എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ. അല്ലെ, ഒരു ദൈവദാസന്മാരുടെ വീഴ്ച കണ്ടിട്ട് നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകരുത്. വിശ്വാസ നായകനും പൂർത്തി വരും യേശുവിനെ നോക്കണം. യേശുവിനെ നോക്കി പോകാനാണ്. പക്ഷെ സത്യത്തിൽ യേശുവിനെ മാത്രം നോക്കണം. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ യേശുവിനെ അനുകരിച്ചതുപോലെ നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. ഈ ധൈര്യം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകേണ്ടതാണ്. ഞാൻ യേശുവിനെയാണ് അനുഗമിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഞാൻ യേശുവിനെ പോലെ ഈ ഭൂമി ജീവിച്ച് മാതൃക കാണിച്ചിട്ട് മറ്റുള്ളവർ എന്നെ കണ്ടിട്ട് യേശുവിനെ കണ്ടെത്തണം. അതായത് ശരിയായ ഒരു വിശ്വാസി
അഞ്ചാമത്തെ സുവിശേഷമാണ്. അതായത് 4 സുവിശേഷങ്ങളുണ്ട്. മത്തായി എഴുതും, ലൂക്കോസ് എഴുതും, മാർക്കോസ് എഴുതും, യോഹന്നാൻ എഴുതും. ഈ 4 എഴുതപ്പെട്ട സുവിശേഷവും നമ്മുടെ ജീവിതവും ഹല്ലേലൂയ ഒരു പ്രായോഗിക സുവിശേഷമാണെന്ന് ദൈവദാസന്മാർ പറയാറുണ്ട്. അത് നമ്മുടെ ജീവിതം കണ്ടിട്ട് യേശു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് അറിയണം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായി ഉള്ളവേ എന്ന് പൗലോസ് തിമോത്തിയോസിനെ വിളിക്കുന്ന പോലെ നമ്മൾ ദൈവമക്കളായി ജീവിക്കണം. പക്ഷെ ഒരു കാര്യം, ഏതെങ്കിലും ദൈവമക്കളുടെ ജീവിതത്തിലെ കുറവ് കണ്ടിട്ട് ദൈവം ഒരുക്കിയ രക്ഷയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും പിന്മാറി പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചില തെറ്റുകൾ ചെയ്തു, അത് അവന്റെ കുറ്റമാണ്, അവനും ദൈവമായിട്ട് തീർത്തോളും. നമ്മളത് കണക്ക് തീർക്കാനും പോകണ്ട. പക്ഷെ ക്രിസ്തു ഒരുക്കിയ രക്ഷയ്ക്ക് ഒരു കുറവും ഇന്നും ഒരു നാളും വരികയില്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷ നാം സൂക്ഷിച്ചു കൊള്ളണം. മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് ദൈവത്തെ ഹൃദയംഗമായി സ്നേഹിക്കണം. വെളിപ്പാട് പുസ്തകം അതിനകത്ത് ഏത് വാക്യമാണ്? 20:4 ഞാൻ വിശ്വസിക്കാൻ പറഞ്ഞു. നോക്കി, യഹോവ ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ, അല്ലേ? നീയല്ലോ ഏക പരിശുദ്ധൻ. അതുപോലെ ഏക പരിശുദ്ധൻ ദൈവം മാത്രമാണ്. മറ്റു ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ പരിശുദ്ധനാണെന്ന് എഴുതി വെക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും പരിശുദ്ധനാകത്തില്ല. എങ്ങനെ ഉച്ചകുത്തി ശ്രമിച്ചാലും ആകത്തില്ല. വിശുദ്ധനാകാൻ പറ്റും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും വിശുദ്ധരാണ്, അല്ലേ? അത് ഒരു 30 വർഷം കഴിഞ്ഞിട്ട് വിശുദ്ധനായി പ്രഖ്യാപിക്കൊന്നും വേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രഖ്യാപിച്ചാൽ അശുദ്ധൻ വിശുദ്ധനായി തീരത്തില്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു 2 കൊരിന്ത്യർ 5:10 പറയുന്നു. അതുകൊണ്ട് ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകണമോ അതോ നരകത്തിലേക്ക് പോകണമോ തീരുമാനിക്കുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ്. ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം രക്ഷ ഒരുക്കുന്നത്. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് പ്രയോജനമായി തീരുന്നുള്ളൂ. നമ്മളിപ്പോ കടകളിൽ പോയി നോക്കിയാൽ 100,000 തരം ടോയ്ലറ്റ് സോപ്പ് ഉണ്ട്, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പുകളുണ്ട്, അല്ലേ? അതെല്ലാം ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചേക്ക. പക്ഷേ അത് വാങ്ങിച്ച് കുളിക്കുന്നവന് മാത്രം, ഉപയോഗിക്കുന്നവന് മാത്രമേ അവന്റെ ശരീരത്തെ വിയർപ്പ് പോകത്തുള്ളൂ. അതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കി വെച്ചു, അതുകൊണ്ട് ഞാൻ വൃത്തിയായി എന്ന് ആരെങ്കിലും തെറ്റായി ധരിക്കുന്നത് പോലെയാണ്. യേശു ക്രിസ്തു സകല മാനവജാതിയും രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ രക്ഷ ഒരുക്കുന്നത്. പക്ഷെ ആര് താൻ പാപിയാണെന്ന് സമ്മതിച്ച് യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നുവെങ്കിൽ അവർക്ക് രക്ഷ ലഭിക്കും. അപ്പൊ ചിലരോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ എല്ലാവരും പാപികളാണെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പലരും തയ്യാറില്ല. ഞാൻ പാപിയല്ല, ഞാൻ അങ്ങനെ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലെന്നാണ് അവരുടെ പ്രതിപാദ്യം. നോക്ക്, വേറെ ഒന്നും വേണ്ട, ആരും പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകളെ മുഴുവനും ഒന്ന് അനലൈസ് ചെയ്താൽ മതി. എന്തൊക്കെ ചിന്തയാണ് ഓരോ ദിവസവും ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്നത്, ആ ചിന്തകൾ മാത്രം എടുത്തു നോക്കിയാൽ മതി. നിങ്ങൾ പാപിയാണോ അല്ലയോ എന്നറിയാം. എപ്പോഴും ദൈവകാര്യം മാത്രമാണോ നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ പോകുന്നത്, വേറെ ലൗകിക കാര്യങ്ങൾ, ദോഷമായ കാര്യങ്ങളൊക്കെ ചിന്തയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ പാപിയാണെന്ന് അർത്ഥം, ഇല്ലേ? എന്റെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, ഒരു പ്രിൻസിപ്പളാണ്, SP സാർ. അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അനിയാ നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ ഞാൻ വിശ്വസിക്കാം, പക്ഷെ ഒരു വ്യക്തി ഇത് മറ്റൊരാളിലേക്ക് എങ്ങനെ ഈ പാപം ട്രാൻസ്ഫർ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിവാകുന്ന മുമ്പ് ആ കുഞ്ഞ് കാണിക്കുന്ന നിർബന്ധ ബുദ്ധിയും എടുത്തെറിയുന്നതും കോപിക്കുന്നതും ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ ചെറിയ പാപങ്ങളാണേലും ആ കുഞ്ഞിനാളിൽ തന്നെ ആ കുഞ്ഞിലേക്ക് ആ പാപം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരുന്ന അനുസരിച്ച് അവരിൽ അത് വളർന്ന് പാപം വരും, വലിയ വൃക്ഷമായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ ഹല്ലേലൂയ, എല്ലാ മനുഷ്യൻ ലോകത്ത് പാപികളാണ്. ആദാമ്യ ലംഘന നിമിത്തം സകലരും ജന്മപാപികളായി. അതോടുകൂടി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പാപം അകത്ത് കടന്നിട്ട് പ്രവൃത്തിയാലും പാപികളായി. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ സകല മനുഷ്യന്റെയും ജന്മപാപം തീർന്നു. കാരണം നമുക്ക് വന്ന ജന്മപാപം നമ്മൾ അറിഞ്ഞു വന്നല്ല. അതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാവരുടെ ജന്മപാപം തീർന്നു. അതുകൊണ്ട് തിരിച്ചറിവാകുന്നതിന് മുമ്പ് ഏതൊരു ശിശു മരിച്ചാലും ആ കുഞ്ഞിന് ദൈവസന്നിധി എത്തും. അത് ഹിന്ദു ആയാലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും തിരിച്ചറിവാകുന്നതിന് മുമ്പ് കുഞ്ഞ് മരിച്ചാൽ അത് ദൈവസന്നിധി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൽ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെ അല്ലയോ. അതുപോലെ അന്ത്യ ന്യായവിധിയെ കുറിച്ച് പറയുന്ന സമയത്ത് വെള്ളസിംഹാസന ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ആരാണ്? ആബാലവൃത്തം. ആ ന്യായവിധിക്കായി ദൈവത്തിന്റെ വെള്ളസിംഹാസനം മുമ്പ് നിൽക്കുന്നുണ്ട്. അവിടെ ആരില്ല, ഒരു കൂട്ടം അവിടെ ഇല്ല. ശിശുക്കൾ, ഇൻഫൻസ് അവിടെ ഇല്ല. ബാലന്മാർ തൊട്ട് വൃദ്ധന്മാർ വരെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ശിശുക്കൾക്ക് ന്യായവിധിയില്ല, അവർക്ക് ജന്മപാപവും ഇല്ല.
പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ പാപം നമ്മുടെ ഉള്ളിൽ വരുന്ന വെച്ചാൽ, നമുക്ക് തിരിച്ചറിവാകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളുടെ ഈ ലോകത്തിൽ നടക്കുന്ന പാപങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ് നമ്മുടെ അകത്ത് പാപം കയറി നമ്മൾ പ്രവൃത്തിയാൽ പാപികളായി തീരും. അവിടെയാണ് നമ്മൾ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീരേണ്ടത്. അങ്ങനെ ദൈവത്തിന്റെ മഹാകരുണയാൽ യേശുവിനെ കർത്താവും ദൈവമായിട്ട് അംഗീകരിപ്പാൻ എനിക്ക് ഭാഗ്യം ദൈവം തന്നു. മരണം വരെ ഞാൻ ഒരു മതത്തെ അംഗീകരിക്കുന്നില്ല. മതത്തിന് അനുകൂലമായി ഗുണമായിട്ട് ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാ മതങ്ങളും കുറെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല സാൻമാർഗിക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു മതത്തിനും നിത്യജീവൻ തരാൻ പറ്റത്തില്ല. നിത്യജീവൻ തരാൻ യേശുക്രിസ്തു എന്ന ഏക വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൽ മനുഷ്യന് നൽകപ്പെട്ട ഒരൊറ്റ നാമമുള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുക്രിസ്തുവിന്റെ മതവും സ്ഥാപിച്ചില്ല, ദൈവരാജ്യം സംഭവിച്ചു. നിങ്ങൾ ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവും ദൈവമായിട്ട് അംഗീകരിച്ച് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞ് ദൈവപ്രമാണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദൈവത്തിന്റെ മഹത്വത്തിനായി നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അനുഭവ സാക്ഷ്യം പറയാൻ അവസരം തന്ന ദൈവദാസനെ കുടുംബത്തെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോൺ ഡാനിയൽ പാസ്റ്റർ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവം സ്തോത്രം ചെയ്യുന്നു. അരോമ ചീവിയെ അതിന്റെ പ്രവർത്തനങ്ങളെ മുഴുവനായിട്ട് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഇത് എന്റെ സാക്ഷ്യം അനേകർ കേട്ടിട്ട് അവരെല്ലാം ദൈവമക്കളായി നിത്യജീവൻ പ്രാപിക്കണം. ഇത് മാത്രം എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഹൃദയസ്പർശിയുമായ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുത വഴികൾ, ദൈവത്തിൻ്റെ വ്യക്തമായ സ്പർശനം അനുഭവിച്ചറിഞ്ഞ ആ ജീവിതത്തിലെ അവസരങ്ങൾ ഒന്നൊന്നായി ഒന്നും മറന്നു പോകാതെ ഓർത്ത് പറയുവാൻ ദൈവം കർത്താവിൻ്റെ ദാസനെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ബാല്യം മുതൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ വ്യത്യസ്ത അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു സത്യാന്വേഷിയുടെ കഥ അല്ലെങ്കിൽ ഒരു ജീവിതയാത്ര ഇതിലുടനീളം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുവാൻ കഴിയും. അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം അതാണ്. ദൈവം ആർക്കും മറഞ്ഞിരിക്കുന്നില്ല. ദൈവം ആരന്വേഷിക്കുന്നുവോ അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ദൈവം എന്ന് പറയുന്നത്. അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക്, ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, അത് ഏത് മതത്തിലുള്ളവനായിക്കൊള്ളട്ടെ, ഏത് വിശ്വാസത്തിലുള്ളവനായിക്കൊള്ളട്ടെ, ഏത് ഭാഷക്കാരനായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിലായിരുന്നു കൊള്ളട്ടെ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ട്, ഒരാവശ്യമുണ്ടെങ്കിൽ അത് അറിഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അടുത്തു വരുന്ന, എഴുന്നേൽക്കുന്ന, വഴികളെ തുറക്കുന്ന അത്ഭുതവാനായ ഒരുവനാണ് ദൈവം എന്ന് പറയുന്നത്. ആ ദൈവം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്ത നിലകളിലാണ് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസൻ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു ആഗ്രഹം ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചു. പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞ ഒരു ഉദാഹരണം വളരെയേറെ സ്വാധീനിച്ച അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചായ ഉണ്ടാക്കുന്ന ആ ഒരു ഉദാഹരണം പറഞ്ഞത്. ചായ ഉണ്ടാക്കുന്ന ചായക്കടക്കാരനല്ലേ ചായ ഉണ്ടാക്കി കഴിയുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ആ ചായ ഉണ്ടാക്കിയ വ്യക്തിയെ അല്ലെങ്കിൽ ആ ചായക്കടയെ വളരെ പ്രശംസിക്കും. ആ കടയിലെ ചായ നല്ലതാണ്, അല്ലെ ആ നല്ല ചായയാണ് ഇന്നാരുണ്ടാക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെങ്കിൽ ആ വ്യക്തി ചായ ഉണ്ടാക്കുന്നില്ല. വാസ്തവത്തിൽ ആ വ്യക്തി ഉണ്ടായിരിക്കുന്ന വസ്തുക്കളെ കൂട്ടിച്ചേർക്കുക മാത്രമാണ്. കൂട്ടിച്ചേർക്കുന്ന ആ ഒരു പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ആസ്വാദനം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലൂടെയാണ് ആ ഒരു വ്യക്തി അറിയപ്പെടുന്നത് എന്ന് മാത്രം. പറയപ്പെട്ടതായ അതിനകത്തെ ഓരോ ഘടകങ്ങൾ അത് പ്രകൃതിയിൽ നിന്നുള്ളതാണ്. ഈ പ്രകൃതിയുടെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ
അതൊന്നും സ്വയമാവേ വന്നിട്ടുള്ളതല്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സൃഷ്ടിതാവുണ്ട്. അപ്പോൾ ഈ വസ്തുക്കൾ, ഈ ഘടകങ്ങളൊക്കെ അതിന് അതിൻ്റേതായ ഒരു രുചിയും സ്വാധീനതയും അതിൻ്റേതായ തലത്തിലുണ്ട്. അതിനെ അതിൻ്റേതായ അളവിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ആസ്വാദനം മാത്രമാണ് ആ ചായയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ രുചിക്കുവാൻ കഴിയുന്നത്. ഇതുപോലെയാണ് ഇന്ന് ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ആശയങ്ങളും ഓരോ കാര്യങ്ങളും ഓരോ അവസരങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ എല്ലാം ഒടുവിൽ ഒരു സത്യമുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ തിരിച്ചറിയുക. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇത്ര മനോഹരമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഇത്ര മനോഹരമായി സാഹചര്യങ്ങളൊക്കെയും ക്രമീകരിച്ചു. അതിൻ്റെ എല്ലാം ദോഷവശങ്ങൾ അതിൻ്റേതായ പിന്നിൽ അതിൻ്റേതായ ആ ഉപയോഗത്തിലൂടെയാണ് അത് വരുന്നത്. എന്നാൽ അതിൻ്റെ നല്ല രീതിയിലുള്ള ഉപയോഗത്തിലൂടെ എല്ലാം അത് നന്മയായി ഭവിക്കുന്നു. പുരാണങ്ങളായാലും വേദങ്ങളായാലും ഏതൊരു പുസ്തകം എടുത്ത് പരിശോധിച്ചാലും അതിനകത്ത് ചില നല്ല വശങ്ങൾ, നല്ല സത്യത്തിൻ്റെ വശങ്ങൾ ഒക്കെ അതിനുണ്ട്. മനുഷ്യൻ അത് കണ്ടെത്തുവാനോ അത് തിരിച്ചറിയുവാനോ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുവാനോ മനുഷ്യൻ തയ്യാറാകുമെങ്കിൽ മനുഷ്യനെല്ലാവരും ദൈവത്തിങ്കിലേക്ക്, ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആയിത്തീരുവാൻ ഇടയായിത്തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ, വേദപുസ്തകം ഈ സത്യം ആരാണെന്നും ആ സത്യത്തിലേക്ക് ഒരു മനുഷ്യൻ നടക്കേണ്ടുന്ന വഴികൾ എന്താണെന്നും എങ്ങനെയാണെന്നും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. വേഗത്തിൽ ഏതൊരു വ്യക്തിക്കും ഈ ദൈവത്തെ തിരിച്ചറിയുവാൻ, ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരുവാൻ ഒരുവനെ സഹായിക്കുന്നു എന്നുള്ളതാണ് വേദപുസ്തകം. മറ്റുള്ള വേദങ്ങളിൽ നിന്ന്, മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്ന്, മറ്റുള്ള എല്ലാ സംഹിതകളിൽ നിന്നും വേറിട്ട് നിൽക്കുവാൻ അതിനെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദ പുസ്തകം അല്ലെങ്കിൽ ബൈബിൾ, ഈ തിരുവെഴുത്തുകൾ ചൂണ്ടിക്കാണിക്കുന്ന ദൈവം അല്ലെങ്കിൽ അതിൽ കാണിക്കുന്നതായ ആ വഴികൾ ഏതൊരു മനുഷ്യനെയും നിത്യതയിലേക്ക്, ജീവങ്കലേക്ക് കൊണ്ടെത്തിക്കുവാൻ ശരിയായ രീതിയിലുള്ള ഒരു വഴികാട്ടിയായി നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ വേദപുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അതിലെ സത്യങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്നതായ ദൈവീയ അംശങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന ആ വചനത്തിൻ്റെ ആഴങ്ങളും ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, ദൈവ പൈതലാക്കി തീർക്കുവാൻ തക്കോടെയായി തീർന്നു. ദൈവത്തിൻ്റെ വചനം അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മനുഷ്യനെ സ്വാധീനിക്കുവാൻ, ജീവിപ്പിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ കഴിവുള്ളതാണ് എന്നാണ് തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദൈവവചനം ഓരോ വ്യക്തിയെയും അവനെ ദൈവമുള്ളവനാക്കി, ദൈവഭയമുള്ളവനാക്കി, ദൈവീയ അനുഗ്രഹമുള്ളവനാക്കി മാറ്റുമ്പോൾ ആ വ്യക്തി മാറുകയാണ്. ആ വ്യക്തിയുടെ മനസ്സ് മാറുകയാണ്. മതം മാറുന്നില്ല, പേര് മാറേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയുടെ ജീവിതം മാറുകയാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതമാണ് മാറിയത്, മനസ്സാണ് മാറിയത്. തൻ്റെ ജീവിതത്തിലെ തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു. ആ മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ ആണ് ഈ സാക്ഷ്യത്തിലുടനീളം കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞത്. പ്രിയ കർത്താവിൻ്റെ ദാസനെ മാറ്റിയെടുത്ത അനേകരെ ഈ സത്യത്തിലേക്ക് വഴി നടത്തുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം തുടർന്നും ഇത് കേൾക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ പര്യാപ്തമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സത്യം അറിയാതിരുന്ന കാലഘട്ടത്തിൽ അമ്പലങ്ങൾ സന്ദർശിക്കുകയും വേദങ്ങൾ പഠിക്കുകയും പുരാണങ്ങൾ പരിശോധിക്കുകയും കുറിയിട്ട് പല വഴികളിൽ പോകുകയും മനുഷ്യൻ്റെ മുൻപാകെ അറിഞ്ഞതുപോലെയുള്ളതായ ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ചുവെങ്കിൽ ഇപ്പോൾ ശ്രേഷ്ഠകരമായ ആത്മീയ ജീവിതം നയിക്കുവാൻ ധന്യനായ ദൈവം സഹായിക്കുന്നു. ആകയാൽ കർത്താവിൻ്റെ ദാസനെയും പ്രവർത്തനത്തെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥനാ സമയം. അല്പനിമിഷങ്ങൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, വിവിധ സാഹചര്യങ്ങൾ, വിവിധ പ്രശ്നങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരെ അരോമ ടി വിയിലൂടെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അരോമ ടി വിയിൽ ആമേനെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കാൻസർ രോഗങ്ങൾ, വിദ്യാഭ്യാസ വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതിരിക്കുന്ന ജപ്തി നടപടികൾ, കടബാധ്യതകൾ, വീടില്ലാത്ത അനുഭവം, രോഗികളായിട്ടുള്ള നിരവധി പ്രിയപ്പെട്ടവർ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ഐക്യതയില്ലായ്മ, ഡിവോഴ്സുകൾ, പിന്നെ മറ്റ് വഴിത്തർക്കങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വാട്സപ്പിലൂടെയും ഫോൺ കോളുകളിലൂടെയും വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ ഓർക്കാൻ, ദൈവദാസനെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ സഹായിക്കട്ടെ. പലപ്പോഴും അവരവരുടെ പ്രശ്നങ്ങളെ മാത്രമാണ് കാണുന്നത്, അവരുടെ വിഷയങ്ങളെ മാത്രമാണ് അവർ വലുതായി കാണുന്നത്. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആമേൻ അവർ തിരിച്ചറിഞ്ഞ ദൈവസേനയിൽ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷങ്ങളായി ഈ നിമിഷം തീരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ചാട്ടെ. എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടത്ത് ആമേൻ, പല പ്രിയപ്പെട്ടവരും ആമേൻ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ അവരുടെ പ്രിയപ്പെട്ടവർ ICUവിലും വെന്റിലേറ്ററിലും ഒക്കെ കിടക്കുന്നു. ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരിൻ്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ആമേൻ ഇറങ്ങിച്ചെല്ലുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വിശ്വാസ കണ്ണുകളാൽ അവർ കാണേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങളുടെ വിഷയങ്ങൾ മാറിപ്പോകുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്, നിങ്ങൾക്ക് വേണ്ടി യേശു ഇറങ്ങി പ്രവർത്തിക്കുന്നത് നിങ്ങൾ ആമേനെ വിശ്വസിക്കൂ, കാണൂ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം ആമേനെ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാൻ ദൈവദാസൻ. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സന്നിധാനത്തിലേക്ക് വന്ന അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി അവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിപ്പിക്കേണ്ടതിനായിട്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് വിശ്വസ്തനായ ദൈവമാണ്. ഞങ്ങളുടെ ഓരോ ചലനങ്ങളും അറിയുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് വ്യക്തികളെ എല്ലാം നേരിട്ട് അറിയത്തില്ലെങ്കിലും അവരുടെ ഹൃദയത്തിലെ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിയുന്ന പരിശുദ്ധ ദൈവമേ, അങ്ങ് ഈ മക്കൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിത്യജീവൻ തരാൻ അങ്ങ് വന്നു എന്നുള്ള കാര്യം അവരറിയുമ്പോൾ തന്നെ ഈ ഭൂമിയിലെ അവരുടെ ഭൗതിക ആവശ്യങ്ങളും നിവർത്തിക്കപ്പെടേണ്ടതാകയാൽ അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്ന തിരുവചന പ്രകാരം കർത്താവേ, ഈ ദൈവമക്കൾക്ക് എല്ലാം നന്മയ്ക്കായി തീരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ, ആത്മീയ ആവശ്യങ്ങളുടെ മേൽ, കുടുംബ ജീവിതമേൽ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമേൽ എല്ലാം ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. അവരുടെ സമ്പത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിപ്പിക്കണമേ. പിതാവേ, അരോമ ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവദാസനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസനോട് ഉള്ളതായ നന്ദിയും സ്നേഹവും ആമേൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും തരട്ടെ. കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായി തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, അതല്ല ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും
ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com